أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ ഈ ലോകത്തെ ആകമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിക്കുന്ന, നമ്മുടെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന നമ്മുടെ സട്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നാളേക്കു വേണ്ടി എന്ന നിത്യപ്രസക്തമായ ഒരു വിഷയമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിനു വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നാമൊക്കെ മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. മറ്റു ജന്തുജാലങ്ങളെപ്പോലെ തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, അങ്ങനെ കുറേ സമയം കഴിയുമ്പോൾ നശിച്ച് മണ്ണോട് ചേരുക, ഇങ്ങനെയുള്ള ഒരു ജീവിതമല്ല യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിന് നമുക്ക് അള്ളാഹു ബുദ്ധി നൽകി അനുഗ്രഹിക്കേണ്ടതില്ല. തിന്നുന്നതിലും കുടിക്കുന്നതിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തമായ പാർപ്പിടം കണ്ടെത്തുന്നതിലുമൊക്കെ ബുദ്ധിയുള്ള മനുഷ്യരെക്കാൾ വളരെ കേമമായി മറ്റു ജന്തുജാലങ്ങളൊക്കെ ആ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം സമ്പാദിക്കലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബുദ്ധി തരേണ്ട ആവശ്യമില്ല. നമ്മളെക്കാൾ കേമമായി കേവലം ചെറിയ ജീവിയായ ഉറുമ്പ് പോലും അത് നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് സന്താനോൽപാദനം നടത്തി വർഗശൃംഖലയെ നിലനിർത്തലാണ് ലക്ഷ്യമെങ്കിൽ അതിനും ബുദ്ധിയുടെ ആവശ്യമില്ല. മറ്റു ജന്തുജാലങ്ങൾ വളരെ നല്ല നിലക്ക് തന്നെ യാതൊരു ബുദ്ധിയുമില്ലാതെ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ പാർപ്പിടമുണ്ടാക്കാനോ ശത്രുക്കളിൽ രക്ഷ നേടി സുഖമായി ജീവിക്കാനോ ആവാസ കേന്ദ്രം കണ്ടെത്താനോ അങ്ങനെയൊക്കെയുള്ള ഭൗതികമായ ലക്ഷ്യങ്ങളായിരുന്നെങ്കിലും നമ്മളെക്കാൾ ജന്തുജാലങ്ങളാണ് അക്കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്നത്. വാസ്തവത്തിൽ ഇതിനൊന്നുമല്ല അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ നാം വ്യർത്ഥമായി സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ നമ്മിലേക്ക് മടങ്ങി വരുന്നവരല്ല എന്നുമാണോ നിങ്ങളുടെ ധാരണ, നിങ്ങളുടെ വിചാരം എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് നാം ഈ ലോകത്ത് ജീവിക്കണം, ജീവിതത്തിനു ശേഷം അവങ്കിലേക്ക് മടങ്ങിച്ചെല്ലണം. നാം വന്നത് അള്ളാഹുവിൽ നിന്നാണ്, പോകുന്നതും അള്ളാഹുവിലേക്കാണ്. അതിനിടയിലുള്ളൊരിടത്താവളം മാത്രമാണ് വാസ്തവത്തിൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത്. ആ ദുനിയാവിൽ നമുക്ക് ജീവിതം നിശ്ചയിച്ചു, മരണം നിശ്ചയിച്ചു. എന്തിനു വേണ്ടി? ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അള്ളാഹു ജീവിതവും മരണവും നിശ്ചയിച്ചത് നിങ്ങളിൽ ആരുണ്ട് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അവൻ പരീക്ഷിക്കുവാൻ വേണ്ടി. അപ്പം ഈ ലോക ജീവിതത്തിൽ നമ്മെ പരീക്ഷിക്കാനാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ആ പരീക്ഷണത്തിൽ ആരൊക്കെ ജയിച്ചു ആരൊക്കെ തോറ്റു എന്ന് മനസ്സിലാകുന്നത് മരണാനന്തര ജീവിതത്തിലാണ്. അപ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇവിടെയല്ല, ഈ ലോകത്തിനപ്പുറത്താണ്. അതിനാണ് നാം പരലോകം എന്ന് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഈ ലോകത്തെക്കുറിച്ച് ഇഹലോകം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇഹലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ലക്ഷ്യം പരലോകമാണ്. നാം ജീവിക്കുന്നത് നാളേക്ക് വേണ്ടിയാണ്, അഥവാ പരലോകത്തിനു വേണ്ടിയാണ്. നമുക്ക് സമ്പത്തും സന്താനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഈ ദുനിയാവിൽ തന്നിട്ടുള്ളത് നമ്മെ പരീക്ഷിക്കാനാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തുക്കളും സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അള്ളാഹുവിങ്കലാകുന്നു മഹത്തായ പ്രതിഫലം വെച്ചിട്ടുള്ളത് എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൊഴിഞ്ഞു വീഴുന്ന ഓരോ നിമിഷങ്ങളും അവൻ അള്ളാഹു നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അഥവാ മരണത്തിലേക്ക് അവൻ ഇഞ്ചോടിഞ്ച് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിമിന് മരണത്തെ ഓർക്കാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ സാധ്യമല്ല. കാരണം അങ്ങനെയാണ് അള്ളാഹു അവനെ പഠിപ്പിച്ചിട്ടുള്ളത്. രാത്രി കിടക്കുമ്പോൾ നമ്മൾ പറയും ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹയ. ഏറ്റവും ചെറിയ ദിക്ർ പോലും അതാണ്. നിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നതും ജീവിക്കുന്നതും. ഉണർന്നെണീക്കുമ്പോൾ, ഉറക്കമുണർന്നാൽ എപ്പോൾ ഉണർന്നാലും നാം അപ്പോൾ പറയണം അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. എന്നെ മരിപ്പിച്ച ശേഷം, ഉറക്കമാകുന്ന മരണത്തിന് ശേഷം എനിക്ക് വീണ്ടും ജീവൻ തിരിച്ചു നൽകിയ അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും അവങ്കിലേക്കാണ് മടക്കം. അർത്ഥബോധത്തോടുകൂടി നിത്യവും ഇത് പറയുന്നൊരു വിശ്വാസിക്ക് ഒരിക്കലും തന്നെ മരണത്തെ മറക്കാൻ കഴിയില്ല. അതെന്തോ ഒരു ദിക്ർ, അതിങ്ങനെ ഒരു വായ്ത്താരി എന്ന നിലക്ക് പറയുന്നവർ ചിലപ്പോൾ അത് ചിന്തിച്ചോണമെന്നില്ല. ചിന്തിച്ചും ആലോചിച്ചും പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മരണചിന്ത ഇല്ലാത്ത ഒരു ദിവസവും കഴിഞ്ഞു പോകാറില്ല. പക്ഷേ ഭൗതിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം പലപ്പോഴും അശ്രദ്ധമായി തള്ളുന്ന ഒരു കാര്യമായി മരണചിന്ത മാറിപ്പോയിട്ടുണ്ടോ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ചില ആളുകളുടെ കാട്ടിക്കൂട്ടലുകൾ, ജീവിതത്തോടുള്ള അവരുടെ സമീപനം കാണുമ്പോൾ മരിച്ചു പോകണമെന്ന ചിന്ത തന്നെ അവർക്കില്ല എന്ന് തോന്നിപ്പോകാറുണ്ട്. നമ്മളും അങ്ങനെയുള്ള ഗഫലത്തിൽ, അശ്രദ്ധയിൽ പെട്ടുപോകുന്നതിനെ സംബന്ധിച്ച് സൂക്ഷിക്കാനാണ് ഇത്തരം ഉത്ബോധനങ്ങളും ക്ലാസുകളും വാസ്തവത്തിൽ നാം ഏർപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ മരണചിന്തയാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിരക്തി ഉണ്ടാക്കുന്നത്. ഈ ലോകം ക്ഷണികമാണ്, നശ്വരമാണ്, വെറും കളിയും വിനോദവുമാണ്. യഥാർത്ഥ ജീവിതം അത് പരലോക ജീവിതമാണ്, അതാണ് അനശ്വരം, അതാണ് എന്നെന്നും നിലനിൽക്കുന്നത് എന്ന സിദ്ധാന്തം അടിക്കടി ആവർത്തിച്ച് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ബോധ്യമുള്ള ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിന് അയാൾ അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുള്ളൂ.
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞതുപോലെ നിങ്ങളൊരു വഴിയാത്രക്കാരനെ പോലെയോ അപരിചിതനെ പോലെയോ ആയിരിക്കണമെന്ന് പറഞ്ഞല്ലോ. വാസ്തവത്തിൽ ആ ഒരു ചിന്ത, ഞാനിവിടെ എന്നും തങ്ങേണ്ടവനല്ല, താൽക്കാലികമായി മാത്രം ഒരു താമസ സൗകര്യം അല്ലാഹു എനിക്കവിടെ ഏർപ്പെടുത്തിയതാണ്. അത് കഴിഞ്ഞാൽ, എനിക്ക് നിശ്ചയിക്കപ്പെട്ട അവധി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകേണ്ടവനാണ്. അതെപ്പോഴാണെന്ന് നിശ്ചയമില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്തു സമ്പാദിക്കും, എവിടെ വെച്ച് മരിക്കും, ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ. എന്തൊക്കെ മുൻകരുതലുകൾ മനുഷ്യൻ ചെയ്താലും മരിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൊണ്ട് പലതും നേടിയെടുത്തു. രോഗങ്ങളെ കീഴടക്കാൻ അവൻ ശ്രമിച്ചു, മരണത്തെ കീഴടക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന് സാധിച്ചോ? സാധിച്ചില്ല. എത്ര വലിയ പണക്കാരനാകട്ടെ, ശാസ്ത്രജ്ഞനാകട്ടെ, പണ്ഡിതനാകട്ടെ, മരണം അവിടെ എത്തുക തന്നെ ചെയ്യും. വലിയ വലിയ മണിമാടങ്ങൾ കെട്ടി ഭദ്രമാക്കി നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരുന്നാലും മലക്കുൽ മൗത്തിന് വരാതിരിക്കാൻ കഴിയില്ല. അത് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ടായി. ഐനമാ കുന്തും യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരിക്കട്ടെ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടി ഉയർത്തപ്പെട്ട മണിമേടകളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും മരണത്തിന് കടന്നു വരാൻ നിങ്ങൾ എത്ര ഭദ്രമായ മുറിയിൽ അടച്ചിട്ടാലും അത് തടസ്സമല്ല. നിശ്ചയിക്കപ്പെട്ട അവധിക്ക് നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, മരണത്തെക്കുറിച്ച് ഓർക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച വാക്ക് നിങ്ങൾക്കറിയോ? അക്സിറൂ ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്. ഈ ഭൂമിയിലെ ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം. ആസ്വാദനങ്ങൾക്കിടയിലാണ് മനുഷ്യൻ മരണത്തെക്കുറിച്ച് മറന്നു പോകുന്നത്. നല്ല ഭക്ഷണം, നല്ല താമസ സ്ഥലം, നല്ല സൗകര്യങ്ങൾ. അപ്പം അതിനിടയിൽ മരിക്കുമെന്ന ചിന്തയിൽ നിന്ന് അവൻ മെല്ലെ മെല്ലെ അകന്നു പോകുന്നു. നേരം പുലരുന്നു, വൈകുന്നേരമാകുന്നു. സുഖാസ്വാദനങ്ങളിൽ മതിമറന്ന് ലക്ഷ്യബോധമില്ലാതെ മനുഷ്യൻ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആ മനുഷ്യനോട് പറയാണ്, അധികം അധികം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം, ഈ സുഖാസ്വാദനങ്ങളൊന്നും ശാശ്വതമല്ല, ഇതൊക്കെ നശിക്കാനുള്ളതാണ്, നൈമിഷികമാണ്, ക്ഷണികമാണ്, എന്നും നശിക്കാം. ഹാദിമുൽ ലദ്ദാത്ത്. നിങ്ങളുടെ അനുഭൂതികളെ, നിങ്ങൾ ആസ്വാദനങ്ങളെ അത് കണ്ടിച്ചു കളയും, മുറിച്ചു കളയും. അത് ഓർക്കണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീൻ അഫ്ദൽ. മുഅ്മിനീങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠവാൻ? ഖാല അഹ്സനുഹും ഖുലുഖാ. ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ഖാല ഫഅയ്യുൽ മുസ്ലിമീന അഖിയസ്. മുസ്ലിമീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ് നബിയേ? ഖാല അക്സറുഹും ലിൽ മൗതി ദിക്റാ വഅക്സറുഹും ലിമാ ബഅദ ഇസ്തിഅദാദാ ഉലൈക ലഖിയാസ്. ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ചതും ഹസൻ എന്ന മഖബൂലായ ഹദീസുകളുടെ കൂട്ടത്തിൽ, സ്വീകാര്യമായ ഹദീസുകളുടെ കൂട്ടത്തിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഉൾപ്പെടുത്തിയതുമായൊരു ഹദീസാണിത്. ആരാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി അക്തറുഹും ലിൽ മൗതി ദിക്റാ. മരണത്തെ അധികം അധികം ഓർക്കുന്നവനാണ് അവനാണ് ബുദ്ധിമാൻ. മരണത്തെ മറന്നുകൊണ്ട് തന്നിഷ്ടക്കാരനും താൻ തോന്നിയുമായി ജീവിക്കുന്നവനല്ല. എപ്പോഴും എപ്പോഴും മരണത്തെ ഓർത്തുകൊണ്ട് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചുകൊണ്ട് താൻ ഖബറിലേക്ക് അടുക്കുകയാണെന്ന ഓർമ്മയിൽ ജീവിക്കുന്നവൻ. മാത്രല്ല വഅക്സറുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ. മരണത്തെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ഓർത്ത് ബേജാറാകുക മാത്രമല്ല, ഇപ്പൊ തന്നെ മരിച്ചാലും അതിനു ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തൊരുക്കാനുണ്ട്, എപ്പോഴും സൽക്കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മരണാനന്തരം ഉപകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നവനായിരിക്കും അയാൾ. അവരാകുന്നു ബുദ്ധിമാന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. വാസ്തവത്തിൽ നമുക്ക് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഖബർ ജീവിതത്തെക്കുറിച്ചുമൊക്കെ വിസ്മൃതി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദുനിയാവിനോടുള്ള നമ്മുടെ അമിതമായ താല്പര്യമാണ്. ഈ ഭൗതിക ജീവിതത്തോടുള്ള നമ്മുടെ അല്ലാത്ത താല്പര്യമാണ് യഥാർത്ഥത്തിൽ മരണത്തെ മറക്കാനും ഖബറിനെ മറക്കാനും പരലോകത്തെ മറക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ വിരക്തിയുള്ള വ്യക്തിയായിരുന്നു. അസ്ഹദുന്നാസ്, ഈ ലോകത്തെ സംബന്ധിച്ച് ഒരു താല്പര്യമില്ലാത്ത ആള്. സുഹൃദ് എന്ന് പറഞ്ഞാൽ ഉള്ളതെല്ലാം ഒഴിവാക്കി ജീവിക്കാന്നല്ല, ഉള്ളതിനോട് അമിതമായ താല്പര്യമില്ലായിരിക്കുക, ദുന്യവിയായ സൗകര്യങ്ങളോട് അതിയായ താല്പര്യമില്ലാത്ത ഒരവസ്ഥ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ കടന്നു വന്നു. ഇബ്നു അബ്ബാസ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹി ഉമർ റളിയല്ലാഹു അൻഹു വഹുവ അലാ ഹസീരിൻ ഖദ് അസ്സറ ഫീ ജംബിഹി. റസൂലുള്ളാഹിന്റെ അടുത്ത് കടന്നു ചെന്നപ്പോൾ നബി പായയിൽ കടന്നിട്ട്
പായയുടെ ആ പായ പതിഞ്ഞ അടയാളങ്ങൾ റസൂലുള്ളാഹിന്റെ ശരീരത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. ഫഖാല യാ നബിയല്ലാഹ് ലൗ ഇത്തഖത്ത ഫിറാശൻ ഔഫറ മിൻ ഹാദാ, കുറച്ചുകൂടി നല്ല ഒരു കിടക്കാനുള്ള എന്തെങ്കിലും അവിടുന്ന് സ്വീകരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാലി വലി ദുനിയ, ഞാനും ദുനിയാവുമായിട്ട് എന്ത് ബന്ധാ ഉമറേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. വമാ മഥലി വദ്ദുനിയ ഇല്ലാ കറാകിബിൻ സാറ ഫീ യൗമിൻ സായിഫിൻ ഫത്തളല്ല തഹത ശജറത്തിൻ സുമ്മ റാഹ വതറകഹാ. ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ച പ്രബലമായ ഹദീസാണ്. എന്താ പറഞ്ഞത്? മാ മഥലി വദ്ദുനിയ, എൻ്റെയും ദുനിയാവിൻ്റെയും ഉപമ എന്ന് പറഞ്ഞാൽ ഒരു വഴിയാത്രക്കാരൻ്റെ പോലെയാണ്. ആ വഴിയാത്രക്കാരൻ ചൂടുള്ള ഒരു പകലിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂട് കടുത്തപ്പോൾ അയാൾ ഒരു മരത്തിൻ്റെ തണലിലേക്ക് മാറി അല്പം തണൽ കൊണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നടന്നു, ആ മരത്തെ ഒഴിവാക്കി. ഇതുപോലെയാണ് ഞാനും ദുനിയാവും തമ്മിലുള്ള ഉദാഹരണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് തൽക്കാലം ഒന്ന് തണലേൽക്കാൻ മരത്തണലിലേക്ക് മാറി നിന്ന ഒരാളുടെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ദുനിയാവിൽ നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് പുറപ്പെട്ട് ചൂടേറിയ യാത്രയിലാണ്. അതിനിടയ്ക്ക് കുറച്ച് നേരം ഈ ദുനിയാവിൽ നമ്മളൊന്ന് വിശ്രമിക്കുകയാണ്. ആ വിശ്രമം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് തന്നെ പോവുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. മണ്ണിൽ നിന്ന് അവൻ നമ്മളെ സൃഷ്ടിച്ചു, അല്ലേ? ആ മണ്ണിലേക്ക് തന്നെ അവൻ മടങ്ങിപ്പോകും. ആ മണ്ണിൽ നിന്ന് വീണ്ടും ഒരിക്കൽ അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. അതാണ് പുനരുത്ഥാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്. ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത്. നിങ്ങൾ നോക്ക്, ഒരു മുസ്ലിം എത്രയോ ആളുകൾ മരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. എത്രയോ ആളുകൾ രോഗികളാകുന്നു. രോഗികളെ സന്ദർശിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. എന്തിനായിരുന്നു അത്? മരിച്ചാൽ മയ്യത്ത് സന്ദർശിക്കണം, മയ്യത്തിൻ്റെ കൂടെ, മയ്യത്ത് കട്ടിലിൻ്റെ കൂടെ നടക്കണം, ഖബർ സിയാറത്ത് ചെയ്യണം, മയ്യത്ത് മറമാടുന്നതിൽ പങ്കുകൊള്ളണം. ഇതൊക്കെ പഠിപ്പിച്ചത് എന്തിനാ? മരണത്തെക്കുറിച്ച് ഓർക്കാൻ. ഖബർ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ അതാണ്, ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. ഖബറുകളുള്ള സ്ഥലത്ത് നിങ്ങൾ പോയി നിന്നാൽ, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ വരും മരണത്തെക്കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരും, ഈ ദുനിയാവിനെ കുറിച്ച് നിങ്ങൾക്ക് വിരക്തി ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നിശ്ചയിച്ചതിനാ. രോഗിയെ സന്ദർശിക്കാനും മയ്യത്ത് കട്ടിലിൻ്റെ പിറകെ നടക്കാനും. മയ്യത്ത് കട്ടിൻ്റെ പിറകെ നടക്കുമ്പോൾ എന്താ വേണ്ടത്? ചിന്തയാണ്. മൗനമായി പോകണം എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടി ചിന്തിക്കാൻ. ഈ മയ്യത്ത് ചെന്നു ചേരുന്ന ഖബറിനെ കുറിച്ചും ശേഷമുള്ള ആഖിറത്തിനെ പറ്റിയും. ഇങ്ങനെ ആറ് കാലുള്ള കട്ടിലേറി ഞാനും പോകണമല്ലോ എന്ന ചിന്ത കൂടെ പോകുന്ന ഓരോ മുഅ്മിനിൻ്റെ മനസ്സിലും ഉണ്ടാകാൻ, ഇടയ്ക്കിടത് ഓർമ്മിപ്പിക്കാൻ. പക്ഷെ നമ്മൾ എത്രയോ ആളുകൾ മരിക്കുന്നു, അതിൻ്റെ ജനാസയിൽ നമ്മൾ പങ്കെടുക്കുന്നു, മയ്യത്ത് സംസ്കരണ ചടങ്ങുകൾ കഴിഞ്ഞ് നാം തിരിച്ചു പോകുന്നു. പക്ഷെ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഈ മരണം എനിക്ക് നൽകുന്ന പാഠം എന്താണ്? ഈ മരണത്തിൽ നിന്ന് എനിക്ക് ഉൾക്കൊള്ളാനുള്ള സന്ദേശം എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ നിൽക്കാറില്ല. മരിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എപ്പോഴാണ് മയ്യത്തെടുക്കുക? 2 മണിക്ക് മയ്യത്തെടുക്കും. അപ്പോൾ നമ്മൾ 1 മണിക്ക് തന്നെ അവിടെ എത്തി, അതിലൊക്കെ പങ്കെടുത്ത് പോന്നു, കഴിഞ്ഞു. പാവം മരിച്ചു പോയി, ഭാര്യ വിധവയായി, മക്കൾ യതീമായി, ഖലാസ്, അതോടെ അവസാനിച്ചു. പക്ഷെ അതിൽ നമുക്കുള്ള പാഠം എന്താണ്? ഞാനും ഇതുപോലെ മരിക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത. 2 തരം മരണങ്ങളെക്കുറിച്ച് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നല്ല മനുഷ്യൻ, നല്ല ആത്മാവിൻ്റെ മരണം, അതുപോലെ തന്നെ നല്ല ആത്മാവിനെ അല്ല പിടിച്ചെടുക്കുന്നത്, അതുപോലെ ദുഷിച്ച ആത്മാവിനെ പിടിച്ചെടുക്കുന്നത് വിശദീകരിക്കേണ്ടതില്ല, പലയിടത്തും നമ്മൾ കേട്ടതാണ്. ഇതിലേതൊരു മരണമായിരിക്കും എനിക്കുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഫിറിൻ്റെ മരണം ആത്മാവ് പുറപ്പെടാൻ പ്രയാസപ്പെടും. നനഞ്ഞ പഞ്ഞിക്കെട്ടിനകത്ത് ഒരുപാട് കണകളുള്ളൊരു ഇരുമ്പ് ദണ്ട് വെച്ചാൽ അത് വലിച്ചൂരി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താ? അതുപോലെയായിരിക്കും മലക്കുൽ മൗത്തും സംഘവും ചേർന്ന് അയാളുടെ റൂഹിനെ പിടിക്കുന്നത്. സത്യവിശ്വാസിയാണെങ്കിലോ തലക്ക് പുറത്ത് നിന്ന് പുറപ്പെട്ടാട്ടെ എന്ന് പറയുമ്പോൾ കൂജയിൽ നിന്ന് ജലം ഒഴുകി വരുന്നത് പോലെ മലക്കുൽ മൗത്തിൻ്റെ കയ്യിലേക്ക് റൂഹങ്ങോട്ട് വരുന്ന പറഞ്ഞത്. സുഗന്ധം പൂശിക്കൊണ്ട് മലക്കുകളുടെ അകമ്പടിയോട് ആകാശലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ സത്യനിഷേധിയുടെ മയ്യത്താണെങ്കിലോ കൊണ്ടുപോകുന്നത് ദുർഗന്ധം വമിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. വളരെ കരിമ്പടം പുതച്ചുകൊണ്ട് കണ്ടാൽ തന്നെ ദുഃഖിപ്പിക്കുന്ന വേഷവുമായിട്ടാണ് അവിടെ മലക്കുകൾ ഹാജരായിട്ടുള്ളത്. റൂഹിനെ പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അടിച്ചടിച്ച് പാകപ്പെടുത്തിയിട്ടാണ് റൂഹിനെ പുറത്തെടുക്കുന്നത്. ഇങ്ങനെയുള്ള 2 തരം മരണങ്ങളിൽ ഏതായിരിക്കും എൻ്റെ മരണം എന്ന്
ഒരു മയ്യത്ത് മറമാടി തിരിച്ചു പോരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ, നഫ്സും ഖബീസയാണോ നഫ്സും ത്വയ്യിബയാണോ എൻ്റെത്? മറ്റത് സമാധാനം പ്രാപിച്ച ആത്മാവെ ഇങ്ങോട്ട് പുറപ്പെടൂ എന്ന് പറയുമ്പോൾ തൃപ്തി അടഞ്ഞവനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടാൻ എനിക്ക് സാധിക്കുമോ? അപ്പോൾ സുഹൃത്തുക്കളെ, നിത്യേന നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്നു ഞാൻ മരിച്ചാൽ നാളെ എന്ത്? അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എൻ്റെ പരലോകത്തിൻ്റെ സ്ഥിതി എന്ത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഞാൻ ഓതി വെച്ച സൂറത്തുൽ ഹശ്റിലെ ആയത്ത് നമ്മൾ പലവട്ടം കേട്ടതാണ്. ഇതിപ്പോൾ നമ്മൾ പണ്ട് കേട്ട ആയത്തല്ലേ, അത് പലവട്ടം കേട്ടതാണ്. കേട്ടിട്ട് എന്താ കാര്യം സുഹൃത്തെ? ഇത് എത്ര കേട്ടാലും മറക്കാൻ പാടില്ലാത്ത ആയത്താണ്. നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചോ? സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവരാകണം. ഓരോ മനുഷ്യനും ചിന്തിക്കട്ടെ, നാളേക്ക് വേണ്ടി താൻ എന്തൊന്ന് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മുൻകൂട്ടി ഒരുക്കി വെച്ചത് എന്തുണ്ട് എന്ന് ചിന്തിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഐ ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുവീൻ. വൻദുറൂ മാദാ ഇദ്ദഖർതും ലിഅൻഫുസികും മിനൽ അഅമാലി സ്വാലിഹ. സ്വാലിഹായ അമലുകളിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ലിയൗമി മആദികും വഅർളികും അലാ റബ്ബികും. നിങ്ങളുടെ മടക്ക ദിവസത്തിനു വേണ്ടി നിങ്ങളുടെ റബ്ബിൻ്റെ മുമ്പിൽ എടുത്തു കാണിക്കാവുന്ന എന്ത് അമലാണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ എന്നും ചിന്തിക്കണം. എന്നിട്ട് വീണ്ടും പറയാം, വത്തഖുല്ലാ, അള്ളാഹിനെ സൂക്ഷിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ഇത്തഖുല്ലയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കട്ടെ. വാസ്തവത്തിൽ ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരാത്ത എന്തുകൊണ്ടാ? അതിനിപ്പോൾ എന്താ ഇപ്പം എനിക്കത്ര കുറവുണ്ടോ? അങ്ങനെ ഇപ്പം എപ്പോഴും ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പരിശോധിക്കാൻ മാത്രം ഇപ്പം എന്താ കുറ്റങ്ങൾ കുറവുള്ളതെങ്കിലും എനിക്കുണ്ടോ? നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു പത്താപത്തിൽ ഇങ്ങനെ പോവല്ലേ, എന്താ ഇപ്പം ഇത്ര ചിന്തിക്കാൻ ആലോചിക്കാൻ? മൊത്തത്തിൽ ആളുകൾക്കൊക്കെ ഞാൻ വലിയ കുറ്റമൊന്നും ചെയ്യുന്നില്ല, ഞാൻ തരക്കേടില്ല എന്ന സ്വന്തത്തെക്കുറിച്ചുള്ളൊരു മതിപ്പാണ് പല ആളുകൾക്കുമുള്ളത്. ഞാൻ എന്നെക്കുറിച്ച് പരിശോധിക്കണമെങ്കിൽ എനിക്കെന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട് എന്ന തോന്നൽ എനിക്കുണ്ടാകണമല്ലോ. അതില്ല, എനിക്കങ്ങനത്തെ ഒരു കുറവില്ലല്ലോ, ഒരു പോരായ്മയില്ലല്ലോ, നികത്താവുന്ന എന്ത് ന്യൂനത എനിക്കുള്ളത്? അപ്പോൾ പിന്നെ സ്വന്തം മുഹാസബത്തുൻ നഫ്സിനെ പറ്റി, സ്വയം വിചാരണയെക്കുറിച്ച്, സ്വയം വിമർശനത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുകയില്ല. എന്നാൽ വാസ്തവത്തിൽ ഓരോ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മുഹാസബത്തുൻ നഫ്സ്, സ്വയം വിചാരണ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു സമയത്ത്, രാത്രി കിടക്കാൻ നേരത്തോ രാവിലെ എണീക്കുമ്പോഴോ, രാത്രി കിടക്കാൻ നേരത്തെ ഏറ്റവും നല്ലത്, കാരണം നമ്മുടെ ഒരു പ്രവർത്തന ദിവസത്തിൻ്റെ അവസാനമാണത്, പിന്നെ ഉറക്കത്തിലേക്ക് പോവാണ്. ഒരു 5 മിനിറ്റ് നിസ്കരിക്കാൻ വേണ്ടി, അല്ല കിടക്കാൻ വേണ്ടി ഒന്നുകൊടുത്ത് വന്നിട്ടൊന്ന് ആലോചിക്കുക, ഇക്കഴിഞ്ഞ ഒരു ദിവസത്തിൽ എൻ്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയുണ്ട്? എന്തെങ്കിലും വിശ്വാസ രംഗത്ത് വല്ല അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടുണ്ടോ? കുഫർ, ശിർക്ക്, നിഫാഖ് പോലെയുള്ള അഖീദയെ ബാധിക്കുന്ന വല്ലതും ഉണ്ടായിട്ടുണ്ടോ? റിയ ഉണ്ടായിട്ടുണ്ടോ? എന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുകയോ, അങ്ങനെ ശിർക്കൻ വലിയ ശിർക്കോ ചെറിയ ശിർക്കോ എന്നിട്ട് വന്നിട്ടുണ്ടോ? കാബിട്ടി ഞാൻ കാണിച്ചിട്ടുണ്ടോ? നിഫാഖ് ഉണ്ടായിട്ടുണ്ടോ എൻ്റെ പ്രവർത്തനത്തിൻ്റെ വാക്കുകളിലെ വിശ്വാസത്തിലോ? അങ്ങനെ അത് ചിന്തിക്കണം. രണ്ടാമത് ചിന്തിക്കേണ്ട എൻ്റെ ഇബാദത്തുകൾ, നിർബന്ധമായും ചെയ്യേണ്ട ഇബാദത്ത്, 5 നേരത്തെ നിസ്കാരം ഞാൻ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ? ജമാഅത്തിന് പോയിട്ടുണ്ടോ? അതിനു വേണ്ടി ഞാനൊന്ന് മെനക്കെട്ടിട്ടുണ്ടോ? എല്ലാവരും ഇറങ്ങുമ്പോൾ ഞാനും ഇറങ്ങി എന്നല്ലാതെ ഞാൻ അതിനു വേണ്ടി പ്രത്യേകിച്ച് താല്പര്യം എടുത്ത് പോയിട്ടുണ്ടോ? വല്ല നിസ്കാരം ഒന്ന് മിസ്സായിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഫർളിന് പുറമെയുള്ള നഫലുകൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഖുർആൻ ഞാൻ ഇന്ന് ഓതിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ദിക്റുകൾ ഓരോ സന്ദർഭത്തിലും അവിടുന്ന് പഠിപ്പിച്ചത് ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന് വിരോധമായിട്ടുള്ള, ദീനിനെതിരായിട്ടുള്ള വല്ല മഅസിയത്തും ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം നമുക്ക് ബോധ്യം വന്നാൽ അപ്പം തന്നെ തൗബ ചെയ്യുക. തദാരകഹു ബിത്തൗബത്തി വൽ അസ്മി അലാ അദ്മിൽ ഔദത്തി ഇലൈഹ. പടച്ചവനെ പറ്റിപ്പോയതാണ്,
ഇനി ഞാനതിലേക്ക് മടങ്ങുകയില്ല എന്നൊരുറച്ച തീരുമാനമെടുത്ത് അന്നത്തെ ബാലൻസ് ഷീറ്റ് ക്ലിയർ ആയിട്ട് കിടന്നുറങ്ങുക. നമ്മൾ തന്നെ വിചാരണ ചെയ്യുന്ന എന്താ തെറ്റ് പറ്റിയത്, പറ്റിയ തെറ്റ് നമുക്ക് ബോധ്യപ്പെട്ടാൽ അള്ളാഹുവിനോട് ഏറ്റു പറയേണ്ടാണെങ്കിൽ അപ്പം തന്നെ ഏറ്റു പറയാം. സൃഷ്ടികളോട് വല്ലവരും അവരെ ഹക്കടപാടുകളായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പിറ്റേന്ന് തിരിച്ചു പോയിട്ട് അത് തിരിച്ചു കൊടുത്ത് അവരൊരു പ്രശ്നം തീരുക. അങ്ങനെ എല്ലാ ദിവസവും ബാലൻസ് ഷീറ്റ് ക്ലിയറായി മരിച്ചു പോയാൽ എന്തൊരു സന്തോഷമായിരിക്കും. ആ ഉറക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ശരിയായ മരണമാണല്ലോ. ഈ ഉറക്കത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ നിന്റെ നാമത്തിലായിരിക്കട്ടെ എന്നാണ്. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഅഹു, നിന്റെ നാമത്തിലാണ് എൻ്റെ നാഥ ഞാൻ എൻ്റെ പാർശ്വമിത ഈ വിരിപ്പിൽ വെക്കുന്നത്, നിന്റെ നാമത്തിൽ തന്നെ എനിക്കത് ഉയർത്തുകയും വേണം. ഈ നംസക്ത നഫ്സി ഫർഹംഹ, ഈ ഉറക്കത്തിൽ എൻ്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിനോട് നീ കരുണ കാണിക്കണം. വൈൻ അർസൽതഹ, പിടിച്ചു വെക്കാതെ വീണ്ടും എനിക്ക് വിട്ടുതരികയാണെങ്കിലോ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫളു ബി ഇബാദക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ നിന്റെ അടിമകളെ കാക്കുന്നത് പോലെ നീ അതിനെയും കാക്കണേ. ഇതൊരു മനസ്സിൽ തട്ടി പറയുകയാണെങ്കിൽ മരിക്കാൻ റെഡിയായിട്ടല്ലേ ഉറങ്ങണത്? മരിക്കാൻ റെഡിയായിട്ടല്ലേ ഉറങ്ങേണ്ടത്? യഥാർത്ഥത്തിൽ എല്ലാം ക്ലിയർ ആക്കിയിട്ടല്ലേ ഉറങ്ങേണ്ടത്? ഒരിക്കലൊരു സഹാബി സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബികൾ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി, അയാളെ പ്രത്യേകം വാച്ച് ചെയ്യാൻ തുടങ്ങി. എന്താണ് നിങ്ങൾ പ്രത്യേകം ചെയ്യണം? അപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ അവസാനം ചോദിച്ചു, ഞങ്ങൾ കുറച്ച് ദിവസം നിങ്ങളെങ്ങനെ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് റസൂൽ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? ഈ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ ആരോടൊരു പകയും വിദ്വേഷവും മനസ്സിൽ വെക്കാതെയാണ് ഞാൻ ഉറങ്ങാറുള്ളത്. എൻ്റെ വ്യക്തിപരമായൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആരോടൊരു വിരോധം ഒരു ദിവസവും എനിക്കുണ്ടാകാറില്ല. അപ്പോൾ അയാളെ മനസ്സ് ശുദ്ധമായിട്ട് ഉറങ്ങാണ്. പ്രാഗി പറഞ്ഞ് ശപിച്ച് നേരം വെളുക്കട്ടെ കാണിച്ചു കൊടുക്കുക, ഓനൊക്കെ ഞാൻ ഒരു 4 മണിക്കൂർ കൂടി ഇങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചല്ല ഉറങ്ങണത്, എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് ഉറങ്ങണത്. അപ്പോൾ ആലോചിക്കും, നമുക്കൊക്കെ എത്താൻ പറ്റുമോ ആ വിധാനത്തിലേക്ക്? അവിടേക്ക് എത്തിയില്ലെങ്കിലും അതിനടുത്തെങ്കിലും എത്താൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? കിടക്കാൻ നേരത്ത് നമ്മൾ മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെ അവസാനത്തെ ഉറക്കാണെങ്കിലോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിൽ പറഞ്ഞ വ്യക്തമായ കാര്യമാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖളാ അലൈഹൽ മൗത വയുർസിലുൽ അഖ്റാ ഇലാ അജലിൻ മുസമ്മ. അല്ലാഹു ആത്മാവുകളെ പിടിച്ചെടുക്കുന്നു മരണസമയത്ത്, വല്ലതീ ലം മരിക്കാത്തവരുടെ ശരീരങ്ങളിൽ നിന്നും ഹീന ഫീ മനാമിഹ, ഉറക്കത്തിലും. കണ്ടോ? എന്നിട്ടോ അള്ളാഹു മരണം വിധിച്ച ആത്മാവാണെങ്കിൽ അവിടെ തന്നെ പിടിച്ചു വെക്കും, പിന്നെ വിട്ടുകൊടുക്കൂല. അപ്പം നേരം വെളുക്കുമ്പോഴത്തെ ബലം വെച്ചിട്ടുണ്ടാവും. എന്നാൽ അള്ളാഹു വിട്ടുകൊടുത്താലോ ഒരു നിശ്ചിത അവധി ഒരാൾക്ക് വീണ്ടും ജീവിക്കാം. കണ്ടോ? അപ്പം മരണചിന്ത എന്നത് സ്വയം വിചാരണയിലൂടെ നമുക്ക് എന്നും നിലനിർത്താൻ സാധിക്കും. വാസ്തവത്തിൽ തഖ്വ തളർന്നു പോകാതെ നിലനിർത്താനുള്ള വലിയൊരു മാർഗ്ഗമാണ് മുഹാസബത്തുൻ നഫ്സ്, സ്വയം വിചാരണ എന്ന് പറയുന്നത്. നന്മകൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ തന്നെ പശ്ചാത്തപിക്കുക. അങ്ങനെ എപ്പോഴും മരിക്കാൻ റെഡിയായി നിൽക്കുക എന്നതാണ് വാസ്തവത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മരണത്തെ പേടിക്കുക അല്ലെങ്കിൽ മരിക്കാൻ റെഡിയാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കബറോടെ കുഴിച്ചു വെക്കുക, 3 കഷ്ണം തുണിയോടെ വാങ്ങിയേക്കുക, ഒരു പനനീർ വെള്ളത്തിൻ്റെ ബോട്ടലും വാങ്ങിയേക്കുക, അല്ലേ? എപ്പോൾ മരിച്ചാലും ഖബർ റെഡി, കഫംപുട റെഡി, റോസ് വാട്ടർ റെഡി. അതാണോ? അതല്ല യഥാർത്ഥത്തിൽ. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർത്ത് ഒന്നും ബാക്കോട്ട് വെക്കാതെ ആവാല എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കാൻ പാടില്ല. പ്രവാസി സുഹൃത്തുക്കൾക്ക് പലർക്കും പറ്റുന്ന എന്താ അറിയോ? ഇവിടെ വന്നിട്ട് ക്ലാസ് ഉണ്ടായിന് വരുന്നത്, ഇവിടെ ഇപ്പോൾ ക്ലാസ്സിന് വന്നതാ. ഇവിടെ മനുഷ്യൻ ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പായുന്നതിലെടുക്കുന്ന ക്ലാസ്, ഖുർആൻ ക്ലാസ് ഒക്കെ നാട്ടിൽ. ഇതൊക്കെ കഴിഞ്ഞ് പോട്ടെ, ഈ തിരക്കിനിടയിൽ നമ്മളൊന്ന് സ്റ്റേബിൾ ആകട്ടെ, ഒന്ന് വീടൊക്കെ ഉണ്ടാക്കി പിന്നെ നാട്ടിൽ പോയാൽ തന്നെയല്ലേ പണി. ഗൾഫൊക്കെ നിർത്തി നാട്ടിൽ പോയി പള്ളി ദിവസം തന്നെയല്ലേ, നിങ്ങൾ ഇവിടുന്നെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടില്ല, എന്തിനെങ്കിലും ആളെ ബുദ്ധിമുട്ടിക്കണേ എന്ന് പറഞ്ഞിട്ട് അവർ സമ്പാദ്യത്തിൻ്റെ തിരക്കിലാണ്. ദീനാറേറ്റ് കെട്ടിമറിൻ്റെ ഇടയിൽ വേറൊന്നും കേൾക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് പറ്റും, അവരെ ഉല്ലാസത്തിനുള്ളതൊക്കെ പറ്റും. കുപ്പായ അയക്കണതിന് മുമ്പ് പോലെ ഏഷ്യാനെറ്റ് ഓണാക്കും, എന്നിട്ടേ കുപ്പായിക്കണം. അത്രയും മിസ്സാകണ്ട എന്നുള്ള ആൾക്ക് അതിങ്ങനെ കൃത്യമായിട്ട് ദായമായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഉദ്യോഗം കഴിഞ്ഞ് ചെന്നാലും എത്ര ക്ഷീണാണെങ്കിൽ ഏഷ്യാനെറ്റ് കാണാതെ തുടങ്ങിയാൽ പടച്ചോൻ ചോദിക്കും തോന്നുന്നു അജ്ജാദ്യ. അതിങ്ങനെ കൃത്യമായിട്ട് കണ്ട് 1 മണിക്കൂർ രാവിലെ കേട്ടു, ഉച്ചക്ക് കേട്ടു, രാത്രി കേട്ടു, രാവിലെ ചിലച്ചെന്നെ ഉച്ചക്കും ചിലക്കുക, പിന്നെ അതന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിങ്ങനെ കേൾക്കുക. അതിനൊരു മടിയില്ല. ഖുർആൻ ഓതാൻ പറഞ്ഞാൽ നേരല്ല. മുസാഫിനല്ല പല റൂമിലും, മുസാഫിനല്ലാത്ത പ്രവാസികളുടെ റൂമുണ്ട് എന്നാണ്. ബാച്ചിലേഴ്സ് താമസിക്കുന്ന റൂമിൽ സിനിമാ മാസിക കൃത്യമായിട്ടുണ്ടാവും.
എല്ലാ റൂമിലും ഉണ്ടാവും. അപ്പോൾ എവിടെ എത്തി നമ്മൾ ആളുകൾ ആലോചിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ കുവൈത്തിൽ എത്ര ലക്ഷം ആളുകളുണ്ട്, വിദേശികൾ. അതിൽ വലിയൊരു ശതമാനം മലയാളികളുണ്ട്, വലിയൊരു ശതമാനം മുസ്ലിമീങ്ങളുണ്ട്. എന്തെല്ലാം ദീനീ പ്രവർത്തനങ്ങൾ ഇവിടെ അറബ് സുഹൃത്തുക്കളുടെ സഹായത്തോടെയും നാട്ടുകാരുടെ സഹായത്തോടൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നിലും ബന്ധപ്പെടാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ ന്യായതാണ്. ഇവിടെ സമ്പാദിക്കാൻ വന്നാണ്, ഇവിടെ ഖുർആൻ ക്ലാസ്സിന് വന്നല്ല, ഇവിടെ പൈസ ഉണ്ടാക്കാൻ വന്നാണ്. നിങ്ങൾ അതിനൊന്ന് വിട്ടുതരും. നമ്മളൊക്കെ ഇതൊക്കെ നയിച്ച് വീടൊക്കെ ആയി ഒന്ന് ശരിയായിട്ടൊക്കെ പിന്നെ നോക്കാം. ആരാ സുഹൃത്ത് നിങ്ങൾക്ക് ഇത്ര ഓഫർ തന്നത്? ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ റെഡി ആയിട്ട് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ആ രീതിയിൽ സുഹൃത്തുക്കളെ നമ്മളെ തന്നെ വിചാരണ ചെയ്യുക എന്നത് മരണത്തെ ഓർക്കുന്ന ഒരു വിശ്വാസിക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. നമുക്കതിനൊന്നും സമയം കിട്ടാത്തതും ഇതന്നെ കാരണം. അതാണല്ലോ സൂറത്തുൽ മുനാഫിഖൂൻ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളെ സമ്പത്തുക്കളും നിങ്ങളെ സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും. നമ്മളെ കച്ചവടം, നമ്മളെ ഉപജീവന മാർഗം, നമ്മളെ കുടുംബം. ഇപ്പോൾ ഓരോരുത്തർ എത്ര മണിക്കൂറാണ് വീട്ടിലേക്ക് വിളിക്കല്, നെറ്റിലിങ്ങനെ വിളിക്കല്ലേ, എന്നിട്ട് ഇങ്ങനെ വിളിക്കുക തന്നെ 45 മിനിറ്റ് 50 മിനിറ്റൊക്കെ രാവിലെ, ഒരമണിക്കൂർ വൈകുന്നേരത്ത്. മോളെ വിളിക്ക്, മോനെ വിളിക്ക്, നല്ലത് തന്നെ, നല്ല സൗകര്യം അൽഹംദുലില്ലാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ അറിഞ്ഞ് എല്ലാം വിശദമായിട്ട് അതിൻ്റെ ഒരു പകുതി താല്പര്യം ദീനീ കാര്യങ്ങളിൽ. പലർക്കും ജമാഅത്ത് നഷ്ടപ്പെടില്ല. ഉച്ചക്കൊരൊഴിവുണ്ട്, ഉച്ചക്കൊഴിവ് ലോറിസ്കാർ ഉച്ചത്തെ അജണ്ടയിലല്ല. ഭക്ഷണം കഴിക്കുക, ഒന്ന് ഉറങ്ങുക, വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യുക, അതായുമായിട്ട് ചെയ്തോളണം. ലോറിസ്കാർ അതിലില്ലേ ഇല്ല. അങ്ങനെയാ പല ആളുകളുടെ സ്ഥിതി. അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദുനിയാവിനുള്ള നമ്മുടെ ആർത്തി ഉണ്ടല്ലോ, അതൊരിക്കലും തീരൂല. പോരുമ്പല്ല പറയും, 4 കൊല്ലം കഴിഞ്ഞ് പൊരക്കായ പിന്നെ ഞാൻ നാട്ടിൽ തന്നെ ആയിരിക്കും എന്നറിയും. കഴിഞ്ഞൂറ് വന്നപ്പോഴും പറഞ്ഞാൽ പോണം ഇൻഷാ അല്ലാഹ്. അപ്പോഴത്തേന് രൂപൻ്റെ മൂല്യം കുറഞ്ഞ് ദീനാറിനാണ് കൂടി. അതെന്നെ ചിന്ത അപ്പം തന്നെ നല്ലത് തന്നെ. പക്ഷേ ലൗകാനലിബിനി ആദമ വാദിയാനി മിൻ ദഹബിൻ ലബ്തഗാ സാലിസ, 2 വാദി, 2 താഴ്വര നിറയെ സ്വർണം, മറ്റൊന്നിൽ സമ്പത്ത് അവന് നിറച്ചു കൊടുത്താലും മൂന്നാമത്തെ ഒരു താഴ്വരയും കൂടി നിറച്ച് സ്വർണ്ണം ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ ആഗ്രഹിക്കും. വലാ യംലഉ ജൗഫ ബിനി ആദമ ഇല്ല തുറാബ്, മനുഷ്യന്റെ വായ നിറയില്ല മണ്ണുകൊണ്ടല്ലാതെ. ഖബറിൽ എത്തുന്നത് വരെ ആർത്തി തീരൂല എന്നാണ് പറഞ്ഞതിനർത്ഥം. വയതൂബുല്ലാഹു അലാ മൻ താബ്, പക്ഷേ ഇങ്ങനത്തിലൊക്കെ പെട്ട ആൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു തൗബ സ്വീകരിക്കുന്ന മുതവാത്തിറായ ഹദീസ് എന്നുവരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഹദീസാണിത്. അത്ര പ്രസിദ്ധമായ, സഹാബികൾക്കിടയിലും താബീങ്ങൾക്കിടയിലും വളരെ പ്രസിദ്ധമായ ഹദീസാണിത്. എന്ത്? ആദമിൻ്റെ മകന് 2 വാതി നിറയെ സ്വർണമുണ്ടായാലും മൂന്നാമത്തൊന്ന് കിട്ടാൻ അവൻ കൊതിച്ചു പോകും. കണ്ടോ? മനുഷ്യൻ്റെ വായ അവസാനം മണ്ണ് കൊണ്ടല്ലാതെ നിറക്കാൻ കഴിയൂല. അങ്ങനത്തെ ഒരവസ്ഥ നമുക്കുണ്ടോ? ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളിടത്താണ് ആളുകളുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗവും ഇപ്പം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം പണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെല്ലാവരും ബഹുമാനിക്കും. രാഷ്ട്രീയക്കാർക്ക് അവന് വേണം, മതസംഘടനകൾക്ക് അവനെ വേണം, സാംസ്കാരിക സംഘടനകൾക്ക് അവന്. എങ്ങനെ പൈസ ഉണ്ടാക്കി എന്നുള്ള വിഷയമല്ല. ഓനെ അധ്യക്ഷനാക്കാനും ഓനെ മെമ്പറാക്കാനും എല്ലാത്തിനും ആളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നാട്ടിലെ സ്ഥിതി എങ്ങനെ വെച്ചാൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ള, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ചോദ്യമല്ല. ആ രീതിയിലേക്ക് ആളുകൾ അധപ്പതിച്ചു പോയി എന്നത്, എങ്ങനെയും പണം ഉണ്ടാക്കാമെന്ന ചിന്തയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് മാറ്റിയിട്ടുണ്ട്. യഅതി അലന്നാസി സമാനുൻ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം. ഒരു കാലം വരാനിരിക്കുന്നു, അന്ന് ആളുകൾ താൻ എടുക്കുന്ന പൈസ, ദിനാർ, ദിർഹം, അത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിഗണിക്കുകയില്ല. അങ്ങനെ ഹലാൽ ഹറാമൊക്കെ നോക്കിയപ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ആളുകൾ ചോദിക്കല്. നിങ്ങളെ ഈ ഭയന്നുകൊണ്ടാണ് മനുഷ്യന്മാർ കുടുങ്ങിയത്. അത് പാടില്ല, ഇത് പാടില്ല, അത് ചെയ്തോടാ, ഇത് ചെയ്തിടാ. കണ്ടില്ല നിങ്ങൾ അച്ചായന്മാരൊക്കെ എത്ര ഉയർന്നു. ഓർക്ക് ജാതി ഭയന്നൊന്നുമില്ല, അവർക്ക് സ്വതന്ത്രമായിട്ട് സമ്പാദിക്കാനാണ്. ഞമ്മക്ക് 100 ഹറാമിൻ്റെ ഫത്വയാണ് ആളുകൾ പറയാണ്. അപ്പം നമുക്ക് വിട്ടുകൊടുക്കണം. നിങ്ങളൊക്കെ കുറച്ചൊന്ന് ഒന്ന് ഫ്ലെക്സിബിൾ ആകണം ഈ വക വിഷയത്തിലൊക്കെ. സമുദായം മുന്നോട്ട് വരട്ടെ, ഉയർന്നു വരട്ടെ, സാമ്പത്തികമായി ഉയരട്ടെ സമുദായം എന്നാണ് പല ആളുകളും പറയാറുള്ളത്. എന്നാൽ അള്ളാഹു ഇത് പഠിപ്പിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ, ഒരിക്കലും തന്നെ ഹറാമായ ഒരു പൈസയും നമ്മൾ തിന്നാൻ പാടില്ല, നമ്മളെ മക്കളെ തീറ്റാൻ പാടില്ല. ആയുഷ്കാലം മുഴുവൻ നമ്മൾ സമ്പാദിച്ചിട്ട്
നാളെ പരലോകത്ത് നഷ്ടമാണെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? തൊലഞ്ഞവൻ ആരാണെന്ന് റസൂല് ചോദിച്ച ഹദീസ് നിങ്ങൾ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ടാകും. മനിൽ മുഫ്ലിസ്, പാപ്പറായവൻ ആരാണ്? സഹാബികൾ പറഞ്ഞു, മല്ലാ ദിർഹം ലഹു വലാ മതാ, ഒരു പൈസയും കയ്യിലില്ലാത്തൊരു വസ്തുവകകളും കയ്യിലില്ലാത്തവൻ. അപ്പോൾ റസൂല് പറഞ്ഞു, അവനല്ല. നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ ആയിട്ട് നാളെ പരലോകത്ത് വരും. പക്ഷേ ഒരുപാട് ആളുകളെ ഹക്ക് അയാൾ പിടിച്ചെടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ ഒരാളെ അടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടാവും, മറ്റൊരാളെ രക്തം ചിന്തിയിട്ടുണ്ടാകും, വേറൊരുത്തനെ കൊന്നിട്ടുണ്ടാകും, വേറൊരുത്തനെ ഏഷണി പറഞ്ഞിട്ടുണ്ടാകും, മറ്റൊരുത്തൻ്റെ സമ്പത്ത് പിടിച്ചെടുത്തിട്ടുണ്ടാകും അന്യായമായി. അപ്പോൾ അള്ളാഹു അവിടുത്തെ കണക്ക് തീർക്കുകയാണ്. എങ്ങനെ കണക്ക് തീർക്കുക? എൻ്റെ 10,000 വാങ്ങി നിങ്ങൾ കുവൈത്തിൽ നിന്നാണ് മുങ്ങി. നാടുപടച്ച ലോകത്തിലാണ് നിങ്ങൾ പോയതന്നെ ഞാൻ അറിഞ്ഞില്ല. പരലോകത്ത് എന്നിട്ട് പടച്ചോൻ ആ 10,000 വാങ്ങി തന്നിട്ട് എനിക്കെന്തിനാ അവിടെ 10,000? അവിടെ ടാക്സി കൊടുക്കണോ? വാടക കൊടുക്കണോ? ഫോണിന് കൊടുക്കണോ? അവിടെ ഒന്നുമില്ലല്ലോ. അവിടെ 10,000-ൻ്റെ ആവശ്യമില്ല. അവിടെ ആവശ്യം എന്താ? ഈമാനും അമലുസാലിയുമാണ്. അപ്പോൾ അമലെടുത്തിട്ട് നിങ്ങൾ അമലെടുത്തിട്ട് എനിക്കെടുത്ത് തരും എൻ്റെ 10,000-ന് പകരം. അതിനകത്തൊന്നും നിങ്ങൾക്ക് അമലില്ലേ? ഞാൻ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾക്കാണ് ചാർത്തി തരും. അപ്പം ഞാൻ ക്ലീനാവും. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, എത്ര ആളെ നമ്മൾ പറ്റിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തെല്ലാം കള്ളത്തരത്തിലൂടെ അവിടെ പണം ഉണ്ടാക്കണത്. പണം ഉണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളിടത്താണല്ലോ ആളുകളുള്ളത്. രണ്ട് കൂട്ടരും തമ്മിലൊക്കുക അല്ലേ? ഓരോ ബിസിനസ്സിലും അങ്ങനെയാണ്. എല്ലായിടത്തും ഓരോരുത്തർ ചുമതലപ്പെടുത്തിയിരിക്കണം, നിങ്ങളിത് ചെയ്യണം, നിങ്ങളിത് ചെയ്യണം, നിങ്ങളിത് ചെയ്യണം അല്ലേ? ഒരാൾ കടകളിൽ പോയി ഓർഡർ എടുക്കുക, മറ്റേയാൾ ആ സാധനം എത്തിച്ചു കൊടുക്കുക, മറ്റേയാൾ അത് സെയിൽ ചെയ്യുക. ഇതിനൊക്കെ ഒരാളുകളാണ്. ഇവർ തമ്മിലുണ്ട് ഒക്കെയാണ്. ഓർഡർ എടുക്കാൻ പോകണവന് അതിലൊരു കള്ളത്തരം, എന്നിട്ട് ഓർഡർ വാങ്ങണവന് അതിലൊരു കള്ളത്തരം, എന്നിട്ട് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ്. ആരെയാണ് പറ്റിക്കണത്? 500 രൂപയ്ക്ക് ഓർഡർ എടുത്തു എന്ന് എഴുതും, പക്ഷേ 250 ഓർഡർ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി 250 രണ്ടാൾ കൂടി അങ്ങ് ഓരി വെച്ചെടുക്കും. ഹേയ്, കുവൈത്തിനെ പറ്റിച്ചാലിപ്പോൾ അയാൾക്ക് എത്രയാ സ്വത്ത്, അയാൾക്ക് തന്നെ അറിയില്ല എവിടെയൊക്കെ സ്വത്തുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 250 ഒരു ആഴ്ചയിലാണ് എടുത്താലെന്താ? ചിലപ്പോൾ മലയാളത്തിൽ പറയുമല്ലോ, ഞാൻ 250 എടുത്താണ്, എന്നാൽ രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെയാണ്. വലിയ പൈസക്കാരാകുമ്പോൾ അവനെ പറ്റിച്ചാലും കുഴപ്പമില്ല എന്നാണ് ആളുകളുടെ ചിന്താഗതി. എത്ര ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് അസലിയാന്നും പറഞ്ഞ് വിൽക്കണത് അല്ലേ? യാബാനി, കാരണം മെയ്ഡ് ഇൻ ജാപ്പാന് പുറത്ത് പാക്ക് കൊണ്ട് ഒട്ടിച്ചേക്കല, തായ്ലൻഡിൻ്റെയും മറ്റിൻ്റെയും സാധനം വാങ്ങിയിട്ട്. എന്നിട്ട് അറബി ഒന്ന് ചുക്ക യാബാനി അസലി. അപ്പോൾ അറബി സാധനക്ക് വല്ല എന്ന് പറയും, അള്ളയാണ് സത്യം. ഇപ്പം വല്ല ഓനും കൂടി കൊടുക്കും, വിൽക്കുകയാണ്. എന്തിനു വേണ്ടി? 5 ദിനാർ അധികം കിട്ടാൻ. എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ അപ്പോൾ. എന്ന് മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതിൽ പോലും ആളുകൾക്കൊരു മടിയില്ല. ഇപ്പം ഞാനൊരു സാധനം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി, എൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ ആളെ വെച്ച് എഞ്ചിനീയറെ വെച്ച് ഒരു സാധനം ഡിസൈൻ ചെയ്ത് കേട് നന്നാക്കി അങ്ങനെ ഡിസൈൻ ചെയ്തൊരു സാധനം ഇറക്കി മാർക്കറ്റിലാണ് എത്തിയാൽ അതൊരു പീസിന് വാങ്ങുക, നേരെ ചൈനയ്ക്കാണ് കയറുക, എന്നിട്ട് അതിൻ്റെ കോപ്പീന് എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് ഓനാണ് വിൽക്കുക. ഒറിജിനൽ ഡിം. എന്തൊരു കഷ്ടമാണിത്. ശരിയായ കള്ളത്തരല്ലേ അത്? ഒരാളൊരു കാർ ഇറക്കി, അയാൾ ആ കാറ് ഡിസൈൻ ചെയ്യാൻ എത്ര മെനക്കെട്ടിട്ടുണ്ടാകും അല്ലേ? അയാൾ എൻജിനീയേഴ്സിനെ വെച്ച് പല കഷ്ടപ്പെട്ടിട്ട് കാർ ഇറക്കണത്, അതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ ഇറക്കി മാർക്കറ്റിൽ എത്തിയപ്പോൾ അതിൻ്റെ എടുത്തിട്ട് പോകുക, കോപ്പി എടുക്കുക, എന്നിട്ട് അവർ 5000-ന് വിൽക്കുന്ന സ്പെയർ പാർട്സ് പിന്നെ 500-ന് വിൽക്കുക. എന്നിട്ടോ 500-ന് പറയും, ചിലപ്പോൾ ഡ്യൂപ്ലിയാന്ന് പറഞ്ഞു വിൽക്കും. മാർക്കറ്റിൽ കിട്ടുന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ നമുക്ക് കുഴപ്പമില്ല, ഡ്യൂപ്ലിയാന്ന് പറഞ്ഞിട്ട്. പക്ഷെ മറ്റൊരാളുടെ ബൗദ്ധിക സ്വത്ത് നമ്മളെടുക്കുക. ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ട് നിങ്ങളതൊന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക? KK സക്കരിയ എന്നുള്ളത് മറ്റിട്ട് നിങ്ങളെ പേരാണ് ചേർത്തിട്ട് ആ ബുക്കാണ് വിൽക്കുക. ഞാൻ അധ്വാനിച്ചതാ അത്. അപ്പോൾ ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അന്യൻ്റെ ഹക്ക് നമ്മൾ പെടുന്നുണ്ടോയെന്ന് നമ്മൾ നല്ലോണം ആലോചിക്കണം. ഹക്ക് പെട്ടാൽ നാളെ പരലോകത്ത് എന്താ ഉണ്ടാകുക? ഹക്കൊക്കെ അള്ള കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നിസ്കരിച്ച നോമ്പുവറ്റ ഹജ്ജ് ഇതൊന്നും ഉണ്ടാവില്ല. അത്രമാത്രം മറ്റുള്ളവരുടെ ഹക്കുകൾ നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊലഞ്ഞവനായി പാപ്പറായി നരകത്തിൽ പോകേണ്ടി വരും എന്ന ചിന്ത നമുക്കുണ്ടാകണം. നമ്മൾ മുഅ്മിനീങ്ങളെ കാര്യം അങ്ങനെയല്ലോ. സത്യനിഷേധികളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു അവർ മൃഗങ്ങളെപ്പോലെയാണെന്നാണ്. വല്ലദീന കഫറൂ യഅകുലൂന വയതമത്തഊൻ കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൽ ലഹും. സത്യനിഷേധികൾ അവർ തിന്നുകയും സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു. ഏതുപോലെ? നാൽക്കാലികൾ തിന്നുന്നത് പോലെ. നാൽക്കാലിക്ക് വല്ല ഹറാമു ഹലാലുണ്ടോ? ഞാൻ വളർത്തുന്ന മൂരി കാള അത് അഴിച്ചുവിട്ട നിങ്ങളെ പറമ്പിലും വരും, നിങ്ങളെ പുല്ലും തിന്നും, നിങ്ങളെ വൈക്കോലും തിന്നും,
അപ്പുറത്തോൻ്റെ വൈക്കോലും തിന്നും. അതിനുണ്ട് ഹറാമും ഹലാലും. ഇതുപോലെയാണ് മനുഷ്യന്മാർ ഹറാമും ഹലാലും നോക്കാതെ നാക്കാലികളെ പോലെയാണ്. അവർക്ക് ചെന്നെത്താനുള്ള സങ്കേതം നരകമാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാ പറയണത്. സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹു പറയണത് വിട്ടേക്കു നബിയെ, അവരെ പ്രബോധനം ചെയ്തിട്ട് അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതൊക്കെ വിഷമിക്കണ്ട, വിട്ടേക്കു അവരെ. ഉത്തരവാദിത്തം നിർവഹിച്ച് പിന്നെ വിട്ടേക്കണം. അവർ തിന്നട്ടെ, സുഖിക്കട്ടെ. വയുൽഹിഹിമുൽ അമൽ, അവരുടെ പ്രതീക്ഷകൾ അവർ അശ്രദ്ധമാക്കുകയും ചെയ്യട്ടെ. ഫസൗഫ യഅലമൂൻ, എല്ലാം അവർ പിന്നെ അറിഞ്ഞുകൊള്ളും, വഴി അവർക്കെല്ലാം മനസ്സിലാകും എന്ന് ഖുർആൻ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതം തന്നെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ദിവസമാണ് നാളെ പരലോകം. ഈ കയ്യും ഈ കാലും ഒക്കെ നമുക്കെതിരെ സാക്ഷി പറയും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കാൻ എത്ര നാവാ മനുഷ്യന്. നല്ല മുഹാമി, നല്ല വക്കീലിനെ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ വാദിക്കും. എന്നിട്ട് നമ്മൾ തെറ്റുകാരനല്ലെന്ന് ഭൗതിക കോടതിയിൽ സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. ഇതുപോലെ പടച്ചവൻ്റെ അടുത്ത് നമ്മൾ ചിലപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അള്ളാഹ് എന്താ ചെയ്യുക? ആദ്യമൊക്കെ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കാൻ, പിന്നെയോ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിം, ഇനി നിങ്ങളെ വായകൾക്ക് നാം സീല് വെക്കാൻ പോവാണ്. വതുകല്ലിമുനാ ഐദീഹിം, ഇനി നിങ്ങളെ കൈകൾ നമ്മോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, കൈ പറയുന്ന കാര്യത്തിന് നിങ്ങളെ കാല് സാക്ഷി പറയും. കൈ പരിതാ തെറ്റ് ചെയ്തിട്ടുണ്ട്, കാല് പറയും ഞാനാണ് അതിന് സാക്ഷി. കണ്ടോ, നിങ്ങളെ ശരീരം തന്നെ നിങ്ങൾക്കെതിരാകുകയാണ്. പിന്നെയും നിങ്ങൾക്ക് സംസാര സ്വാതന്ത്ര്യം തിരിച്ചു തരുമ്പോൾ മനുഷ്യൻ ചോദിക്കും, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനല്ലേ ഞാൻ ഈ പാടൊക്കെ പെട്ടത്, ശരീരമാകുന്ന നീ എനിക്ക് തിരിച്ച് സാക്ഷി പറയണം. അപ്പം ശരീരം വീണ്ടും പറയാണ്, എല്ലാത്തിനെയും സംസാരിപ്പിച്ച അള്ളാഹ് ഞങ്ങളെ സംസാരിപ്പിച്ചു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പം നമ്മുടെ ഈ നമ്മളിങ്ങനെ മുളിഞ്ഞാൽ എണ്ണ തേച്ച്, അല്ലേ, രോഗം വന്നാൽ ടോണിക്ക് കുടിച്ച്, ആരോഗ്യത്തെ നോക്കി ജിമ്മ് ചെയ്ത് ഓടി നടന്ന്, ഇപ്പം രാവിലെ കുറേ ആളുകൾ നടക്കുകയാണ്. എന്തിനാ? ജീവിക്കാൻ വേണ്ടി നടക്കുകയാണ്. അസുഖം വരാതിരിക്കാൻ, ഫാറ്റ് വരാതിരിക്കാൻ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ, അങ്ങനെയൊക്കെ തടിയെ നോക്കി നോക്കി ആ തടി നമുക്കെതിരാകുന്ന ദിവസം ആലോചിച്ചൊക്കെ അതിൻ്റെ ഗൗരവം എത്രയാണെന്ന്. അപ്പം അതുകൊണ്ട് നമുക്കിതൊന്നും തടുക്കാൻ കഴിയില്ല നാളെ പരലോകത്ത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണത്തെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, മരണാനന്തര ജീവിതത്തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ഒരിക്കലും സൽക്കർമ്മങ്ങളിൽ പിന്നോട്ടു നിൽക്കാതെ നാം ജീവിക്കേണ്ടതുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞിടത്ത് അള്ളാഹ് നിർത്തിയിട്ടില്ല. എല്ലാവരും മരിക്കും. അതാരും എത്ര പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല, അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷെ അതെന്തിനാണ്? മരണത്തിന് ശേഷം പിന്നെ എന്താ ഉണ്ടാകാൻ പോണത്? ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി നൽകപ്പെടുന്നത് പരലോകത്താണ്. ഇവിടെ എന്തെങ്കിലും ചെറിയ പ്രതിഫലങ്ങളൊക്കെ ലഭിച്ചുകൂടായികയില്ല. പക്ഷെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത് പരലോകമാണ്. നിങ്ങൾ ആലോചിച്ച്, നമ്മളിപ്പോൾ മക്കൾക്കും വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടോ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ എൻ്റെ മകൻ്റെയൊക്കെ തിരിച്ചു കിട്ടുമെന്ന്? ഇന്നത്തെ കാലത്ത് നമുക്ക് അധികം ആൾക്കും പ്രതീക്ഷയില്ല. നമ്മളെ ഡ്യൂട്ടി ചെയ്യുക, ഒരു തരണമെങ്കിൽ തരട്ടെ, അവരൊന്നിപ്പോൾ നോക്കുമെന്ന് വിചാരിച്ചിട്ടോ ഇതിന് തിരിച്ച് നമ്മളെ എല്ലാ നിലക്കും നന്ദി കാണിക്കുമെന്ന് വിചാരിച്ചിട്ടോ അല്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നതിന് പകരം കൊടുക്കാൻ മക്കളെ കൊണ്ട് കഴിയുമോ? കഴിയില്ല. ഇപ്പോൾ ഉമ്മ നമ്മളെ ഗർഭം ചുമന്നു, നൊന്തു പെറ്റു, കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഉറക്കമൊഴിച്ച് കണ്ണു വളരണം കാല് വളരണം നോക്കി. ആ ഉമ്മാക്ക് പകരം ഇപ്പം എന്താ കൊടുക്കാൻ കഴിയുക? 10 കൊല്ലം ഉമ്മ ആശുപത്രി കിടന്നു എന്ന് വെച്ചോ, ഉറക്കൊഴിച്ച് ഉമ്മാനെ നോക്കി നിൽക്കുക, എന്നാലും ആവുമോ? ഈ ഗർഭം ചുമന്നതിന് പകരം കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുപോലെ പ്രവാചകന്മാരൊക്കെ നാട്ടുകാരുടെ നന്മക്ക് വേണ്ടിയും ഉമ്മത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു. അവർക്ക് എന്താ തിരിച്ചു കിട്ടിയതും? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ തിരിച്ചു കിട്ടിയത്? അല്ല, ഈ ലോകത്തുനിന്ന് കൂക്ക് കിട്ടി, കല്ലേറ് കിട്ടി, മുഖത്ത് തുപ്പി, പലതും കഷ്ടപ്പാടുകൾ, അങ്ങനെ ഒരുപാട് സഹിച്ച മനുഷ്യന്മാരുണ്ട്. അപ്പം അവർക്കൊന്നും അവർ ചെയ്ത നന്മകളുടെ പ്രതിഫലം ഇവിടെ കൊടുക്കാൻ ഈ ലോകത്തെ സംവിധാനമില്ല, വിചാരിച്ചാലും കഴിയില്ല. നേരെ മറിച്ച് തിന്മൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും പരമാവധി കൊടുക്കാവുന്ന ശിക്ഷ ഓനെ കൊല്ലലാണ്. കൊല്ലൽ വേണമെങ്കിൽ നമുക്ക് അടിച്ചടിച്ച് കൊല്ല, ഗ്യാസ് ചേമ്പറിൽ ഇരുത്തിയിട്ട് കൊല്ല, ഷോക്ക് അടിപ്പിച്ചിട്ട് കൊല്ല, അല്ലെങ്കിൽ കൊത്തി അങ്ങനെ കൊല്ല. എങ്ങനെ കൊന്നാലും ഒരു വട്ടമല്ലേ കൊല്ലാൻ കഴിയുള്ളൂ. എന്നാലും ഒരുപാട് ആളെ കൊന്ന ആൾക്ക് ഇപ്പം എത്ര വട്ടം കൊല്ലാൻ കഴിയും? അപ്പം ഇതൊക്കെ ചെറിയ ആർക്കും തിരിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ.
അതുകൊണ്ട് ഇവിടെ കിട്ടും വിചാരിച്ച ആരും ഒന്നും ചെയ്യണ്ട. നാളെ കിട്ടും, പൂർണ്ണമായ പ്രതിഫലം പരലോകത്താണ് എന്ന ചിന്തയിൽ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ആർക്ക് നന്മകൾ ചെയ്തു കൊടുത്താലും, മക്കൾക്കാണെങ്കിലും അയൽവാസിക്കാണെങ്കിലും റൂംമേറ്റിനാണെങ്കിലും ആരുമല്ലാത്ത പറ്റ ഒരു അന്യനാണെങ്കിലും പരലോകത്തതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ചെയ്യണം. വഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അന്ന് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവൻ വിജയിച്ചു കഴിഞ്ഞു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഭൗതിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. അതാണ് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ ചരക്ക്. നമ്മളതിൽ പെട്ടുപോകും, നമ്മളതിൽ വഞ്ചിക്കപ്പെട്ടു പോകും. ദുനിയാവ് കണ്ടിട്ട് ഇതന്നെയാണ് ദുനിയാവ് എന്ന് വിചാരിച്ചു പോകും. നമ്മളെ നടപ്പും ഇരിപ്പൊക്കെ കണ്ട, പക്ഷെ നാവുകൊണ്ട് നമ്മളത് പറഞ്ഞോളന്നില്ല. അങ്ങനത്തെ നമ്മളെ വഞ്ചിക്കുന്നൊരു സാധനമാണ് ഈ ദുനിയാവ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹും ഖുർആനിൽ ആവർത്തിച്ച് പറയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇമാം ദഖാഖ്, ഹിജറ 375 മരണപ്പെട്ട ഇമാം ദഖാഖ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അദ്ദേഹം പറയാണ്, മൻ അക്സറ ദിക്റൽ മൗതി അക്രമഹുല്ലാഹു ബിസലാസ്. ആരെങ്കിലും കൂടുതലായി അള്ളാഹുവിനെ മരണത്തെ ഓർക്കുന്നുവെങ്കിൽ അള്ളാഹു അവനെ 3 കാര്യങ്ങൾ കൊണ്ട് ആദരിക്കും. 3 ആദരണീയ സ്വഭാവങ്ങൾ മരണത്തെ കൂടുതൽ ഓർക്കുന്ന വിശ്വാസിക്കുണ്ടാകും. ഒന്ന് തഅജീലു തൗബ, തൗബ വേഗാക്കും. പറ്റിപ്പോയ തെറ്റുകൾ ബോധ്യം വന്നാൽ പിന്നെ നീട്ടിവെക്കൂല, ഉടൻ തന്നെ പശ്ചാത്തപിക്കും. വഖനാഅത്തുൽ ഖൽബ്, ഹൃദയത്തിൽ സംതൃപ്തി ഉണ്ടാവും. ഭൗതിക നേട്ടങ്ങളിൽ ഉള്ളതുകൊണ്ട് തൃപ്തി അടഞ്ഞ് സന്തോഷത്തിൽ ജീവിക്കും. വനശാത്തുൽ ഇബാദ, ഇബാദത്തുകൾ ചെയ്യാൻ നല്ല ഉത്സാഹം ഉണ്ടാവും. ഈ 3 സ്വഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തം ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ തെറ്റുകളെ സ്വയം കണ്ടെത്തി തിരുത്താനും തൗബ ചെയ്യാനും ശ്രമിക്കാറുണ്ടോ? അതല്ല, ഗൾഫൊക്കെ കഴിയട്ടെ എന്നിട്ടാണ് തൗബ ചെയ്യുക. ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കള്ളത്തരത്തിൽ കുറച്ച് കച്ചവടം ചെയ്തൊക്കെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി നാട്ടിലെത്തിയിട്ട് കുറച്ച് മദ്രസക്കും യത്തീംഖാനക്കും ഒക്കെയാണ് കൊടുത്ത് അപ്പോഴൊക്കെയാണ് പിന്നെ ഒരു ഹജ്ജിനൊക്കെയാണ് പോയി ഒക്കെയാണ് ക്ലിയറായി, ഹജ്ജോട് കൂടി എല്ലാം കഴുകി ശുദ്ധിയായി വന്നാൽ മതി. അങ്ങനെയാണ് ചില ആളുകൾ. ഇപ്പോൾ കുറച്ചൊക്കെ അങ്ങനെയാണ് പോട്ടെ, എന്നിട്ട് അവസാനം നമുക്ക് തൗബ ചെയ്യാം. ഒരു 55-60 ഒക്കെ ആകുമ്പോൾ പിന്നെ നാട്ടിൽ നിൽക്കുമല്ലോ, അപ്പം തൗബ ചെയ്യാം. എല്ലാവരും പറഞ്ഞാൽ അടുത്ത റമളാനിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ക്ലിയർ ആണെന്നറിയും. അടുത്ത റമളാൻ കഴിഞ്ഞ് ശവ്വാൽ വന്നാൽ പിന്നെയും പഴയ തന്നെ പിന്നെയും പിശാചർ സാരില്ലാന്ന് ആയുസ് ഇനിയുണ്ടല്ലോ, അത്ര ധൃതി കൂട്ടാണ്ടോ, അടുത്ത റമളാനിലാക്കുക. അങ്ങനെ പോയി ഇങ്ങനെ പോയി അവസാനം ഒന്നിനും സമയം കിട്ടാതെ മരിക്കുകയാണ്. ഇപ്പം എന്താ മരിക്കാൻ നമുക്കുള്ള പേടി? മരിക്കും എന്നുള്ള പേടി എന്തുകൊണ്ടാണ്? ചില ആളുകൾ പറയും, ഞാൻ മരിച്ച എൻ്റെ ഭാര്യൻ്റെ സ്ഥിതി എന്താ, എൻ്റെ കുട്ടികളുടെ സ്ഥിതി എന്താ, എൻ്റെ ഉമ്മാൻ്റെ സ്ഥിതി, അപ്പാൻ്റെ സ്ഥിതി, ഓൻ്റെ സ്ഥിതിനെ പറ്റി ഓനൊരു ബേജാറുമില്ല. ഓൻ വളരെ റെഡിയാണ്. ഉമ്മ എന്തായിപ്പോകും, ഉപ്പ എന്തായിപ്പോകും, മക്കളെന്തായിപ്പോകും എന്നാ പേടി. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കണം ഞാൻ മരിച്ച എൻ്റെ സ്ഥിതി എന്താണെന്നല്ലേ, അതിനെപ്പറ്റിയല്ലേ ബേജാറ് വേണ്ടത്. വാസ്തവത്തിൽ ആ പേടി ഉള്ളിലുള്ളതുകൊണ്ടാണ് നമുക്ക് മരിക്കാൻ പേടി. പറയൽ ഭാര്യനെയും കുട്ടീനെയും ഒക്കെ ആണെങ്കിലും നമ്മളെല്ലാം റെഡിയായിട്ട് ബാലൻസ് ഷീറ്റ് ശരിയാക്കി നിൽക്കണേ, നമുക്ക് എന്താ പേടി? പേടിക്കേണ്ടതുണ്ടോ? ഇല്ല, നമ്മൾ പേടിക്കൂല. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് എപ്പോൾ മലക്കുൽ മൗത്ത് വന്നാലും സന്തോഷത്തോടെ എതിരേൽക്കാവുന്ന തരത്തിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടില്ല. കുറച്ചുകൂടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട്, കുറേ തെറ്റുക തൗബ ചെയ്യാനുണ്ട്, കുറേയൊക്കെ തിരുത്താനുണ്ട്. അങ്ങനെ മരിക്കാൻ ഞാനത് റെഡി ആയിട്ടില്ല എന്നാണ്. അപ്പം മരിക്കാൻ റെഡിയാവുക എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗബ എളുപ്പമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ തെറ്റുകൾ സ്വയം കണ്ടെത്തി വേഗം തൗബ ചെയ്യുക. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കാത്തവരാണ് മുഅ്മിനീങ്ങൾ. തെറ്റ് പറ്റിപ്പോയാൽ അതിനെപ്പറ്റി ആത്മാർത്ഥമായി ഖേദിച്ച് ഇനി ആ തെറ്റിലേക്ക് തിരിച്ചു പോവുകയില്ലെന്ന് ഉറപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിച്ച് ഇഖ്ലാസോടുകൂടി പടച്ചവനിലേക്ക് മടങ്ങുക. അതിനാണ് തൗബത്തുൻ നസൂഹ്, നിഷ്കളങ്കമായ പശ്ചാത്താപം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പശ്ചാത്താപം നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100ഓളം തവണ ഒരു ദിവസം തൗബ ചെയ്തിരുന്നു, ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എത്രയോ വട്ടം കേട്ട ഹദീസാണല്ലോ. അപ്പം ഇന്നലെയും കേട്ടു, മിഞ്ഞാന്നും കേട്ടു, ഖുത്ബയിലൊക്കെ കേൾക്കണമല്ലോ, കേൾക്കണത് തന്നെയാണ്. ആ നബിൻ്റെ അനുയായിയായ നമ്മളോ
നമുക്ക് എത്ര വെറുതെയുള്ള സമയങ്ങളുണ്ട്, നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പം സുബൈ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയൊക്കെ ചെയ്തു തീർക്കേണ്ട കുറേ ദിക്റുകളുണ്ട്. എല്ലാവരും ആർക്കാപ്പം അതിനൊക്കെ നേരം? അത്രയും നേരം വേണ്ട കുട്ടി, ഒരു അരമണിക്കൂർ മതിയെന്നേ. ഇപ്പം 4:45 ബാങ്ക് കൊടുത്ത് 5 മണിക്ക് നിസ്കരിച്ച് 5:15 ജമാഅത്ത് കഴിഞ്ഞ് 6:01 സൂര്യ ഉദിക്കണുള്ളൂ. 6:01 5:45 വരെ നമ്മളൊന്ന് അതിനായിട്ടൊന്നും ഇരുന്നാൽ തീർക്കാവുന്നേ ഉള്ളൂ രാവിലെ ചെല്ലേണ്ട ദിക്റുകൾ. അപ്പം എന്തൊരു ഇതുണ്ട്. വൈകുന്നേരത്തെ അസർ നിസ്കരിച്ചിട്ട് മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ എത്ര വിശാലമായ ടൈമുണ്ട്. ആ ദിക്റുകൾ എന്തുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കിക്കൂടാ? അദ്കാറു സബാഹി വൽ മസാ എന്നിട്ട് എത്രയെത്ര ഇവിടെയൊക്കെ ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളിലാക്കിയിട്ട് ഇവിടെയൊക്കെ വിതരണം ചെയ്യാണ്. എന്തിന്? ഇതണ്ട, ഇതിപ്പോൾ ഇത് കീശയിലിട്ടാൽ പറ്റും. ഇതിലുണ്ട് ദിക്റുകൾ, ചൊല്ലേണ്ട ദിക്റുകൾ എല്ലാ ദിവസവും. അപ്പം അങ്ങനെ ചൊല്ലി തീർത്ത് നമ്മളെ എല്ലാ ദിവസവും പ്രയാസമില്ലാതെ തൗബയിലേക്ക് മടങ്ങിയാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നിരുന്ന ഞങ്ങളിങ്ങനെ എണ്ണുന്ന സഹാബത്ത് പറയണത് എന്താ പറയണത്? റസൂല് റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം. പടച്ചവനെ എനിക്ക് പൊറുക്കണേ, എന്നോട് മാപ്പാക്കണേ, എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണേ, നീ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് കരുണാനിധിയുമല്ലോ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നിട്ടൊരു ഒരു പ്രാർത്ഥന ഉണ്ട്, പാപമോചന പ്രാർത്ഥനയുടെ നേതാവ് എന്നാണ്. അതിനെപ്പറ്റി നബി പറഞ്ഞെന്താ? മൻ ഖാലഹാ ഫിന്നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബല അൻ യുംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ആ വാക്കുകൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ദുആ, അതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പകലിൽ ഒരാൾ അത് ചൊല്ലിയാൽ അന്ന് വൈകുന്നേരം ആവുന്നതിന് മുമ്പ് അയാൾ മരിച്ചാൽ അയാൾ സ്വർഗാവകാശികളിൽപ്പെട്ട ആളാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി വഹുവ മൂഖിനുൻ ബിഹാ, എന്നാൽ രാത്രി ഒരാൾ അതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ചൊല്ലിയാൽ ഫമാത ഖബല അൻ യുസ്ബിഹ, സുബഹിയാകുന്നതിന് മുമ്പ് അയാൾ മരിച്ചാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗാവകാശിയാണ്. അങ്ങനത്തെ ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ചില ആൾക്കൊക്കെ അറിയാം, പണ്ട് പഠിച്ചിന്ന് മറന്നു എന്ന് പറയും അല്ലേ? മറക്കാൻ പാടില്ല, മറക്കാതെ ചൊല്ലേണ്ടതാ അത്. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. 3-4 വരിയുള്ളൂ, എഴുതി കേസയിലിട്ടുക. ഒരു 5 ദിവസം നോക്കി വായിച്ച 6ാമത്തെ ദിവസം പഠിയും, സംശയമല്ല, നമുക്ക് പഠിയും, യാതൊരു സംശയമല്ല. അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞ് മൂക്കിനമ്പി അതിനെക്കുറിച്ച് ഉറച്ച വിശ്വാസം, യഖീന് വേണം. ഞാനീ പറയുന്നത് വെറുതെ വായ്ത്താരിയല്ല, ഇത് കിട്ടും, എനിക്ക് സ്വർഗാവകാശികൾ ഞാൻ ഉൾപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോട് ചെല്ലണം. എന്താണ് ആ പറയുന്നത്? അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്, നീ അല്ലാതെ ഒരു ആരാധനക്ക് അർഹനുമായ ആരുമില്ല. ഖലഖ്തനീ വഅന അബ്ദുക, നീ എന്നെ പടച്ചു, ഞാൻ നിൻ്റെ അടിമയാണ്. കണ്ടോ? വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, നിന്നോടുള്ള കരാറും അതുപോലെ നിന്റെ വാഗ്ദാനവും അനുസരിച്ച് കഴിവതും ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നിലേക്ക് അഭയം തേടുന്നു. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി, നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാനിതാ സമ്മതിച്ചു പറയുന്നു, എൻ്റെ കുറ്റങ്ങളും ഞാനിതാ ഏറ്റുപറയുന്നു. ഫഗ്ഫിർലി, അതുകൊണ്ട് എനിക്ക് പുറത്തുതന്നെ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത, പാപങ്ങൾ പുറത്തു തരാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഇത് അർത്ഥബോധത്തോടു കൂടി മനസ്സിൽ തട്ടി നിങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചാൽ വൈകുന്നേരത്തിടക്ക് മരിച്ചാൽ സ്വർഗാവകാശിയാണ്. രാത്രി പ്രാർത്ഥിച്ചാൽ നേരം വരുമ്പോൾ മരിച്ചാൽ സ്വർഗാവകാശിയാണെന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് അങ്ങനെ തന്നെ ഉറപ്പിച്ച് നമ്മൾ വിശ്വസിക്കണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് തഅജീലു തൗബ, തൗബയും ഇസ്തിഗ്ഫാറും, അതാണ് മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ള ഒരാളുടെ ലക്ഷണം. രണ്ടാമത്തത് ഖനാഅത്തുൽ ഖൽബ്, ഉള്ളത് കൊണ്ട് തൃപ്തി അടയുക. പല ആൾക്കും ഇപ്പോൾ കുവൈത്തിൽ നിന്ന് പോകാത്താര വരുമ്പോൾ പറയുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ, പിന്നെ പറയുന്ന കൂട്ടിമുറ്റിയ അറ്റം വിട്ടുപോകാതിരിക്കാൻ, അങ്ങനെയൊക്കെ നിൽക്കുക. നമ്മൾ ഒരുപാട് ആൾ ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ നിൽക്കുന്നത്. കുടുംബസമേതം സൗകര്യമായി നിൽക്കാൻ ആവശ്യമുള്ളവർക്ക് നല്ല സൗകര്യമാണ്, പള്ളിയിൽ പോകാനും നിസ്കരിക്കാനും ക്ലാസ്സിനും നല്ല സൗകര്യങ്ങളുണ്ടാവും. പക്ഷേ അതൊന്നുമില്ലാതെ എത്ര കഷ്ടപ്പെട്ട് ജീവിതം തന്നെ ഇവിടെ ആയിപ്പോയാലുണ്ട്. എന്താ ജീവിക്കാൻ കഷ്ടപ്പെടും, പട്ടിണി കിടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, ജീവിതത്തിൽ ആർഭാടങ്ങൾ നിലനിർത്താൻ അല്ലേ?
ഭാര്യയോട് പറയടി 30 കൊല്ലായില്ല ഞാനാണ് പോരാ, നിങ്ങളിങ്ങോട്ട് വന്നിട്ട് ഇനി എവിടെ എന്താ കാട്ടുക? ഓളെങ്കിലും സ്വാഗതം ചെയ്യുന്ന വിചാരിച്ചാൽ മൂപ്പര് ഫോൺ ചെയ്യണേ, കമ്പനിയിൽ നിന്ന് റിസൈൻ ആകുകയാണ്, ഞാൻ വരികയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങോട്ട് വന്നിട്ട് ഇവിടെ എന്താ കാട്ടുക? കാരണം അവളെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തിട്ട് ഓൾക്കുള്ള കുട്ടികൾക്ക് അവിടെ നടക്കണമെങ്കിൽ നിങ്ങളെ ചെക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലണം. അവർക്ക് അതേ ആവശ്യമുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവർക്ക് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ആളുകൾ തയ്യാറല്ല. മറ്റുള്ളവരെ അനുകരിച്ചിട്ട് അവരോടൊപ്പം എത്താൻ ശ്രമിക്കുകയാണ്. അവരെ ഗേറ്റ് കണ്ടില്ല നിങ്ങൾ, അവരെ വണ്ടി കണ്ടില്ല നിങ്ങൾ. നിങ്ങൾക്ക് ഈ സെൽഫി മുജാഹിദ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അയാൾ കല്യാണം നടത്തില്ല, എന്താ കല്യാണം? അങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിട്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സഹോദരിമാർ, ഭാര്യമാർ, മക്കളൊക്കെ. അങ്ങനെ അതിനു വേണ്ടി നമ്മുടെ ഇവിടെ ഇങ്ങനെ മെഴുകുതിരി പോലെ ഉരുകി തീരുകയാണ് അല്ലേ? അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, ഭാര്യമാരെ പഠിപ്പിക്കണം. ഞാൻ എൻ്റെ വരുമാനത്തിനനുസരിച്ചാണ് ജീവിക്കുക, അയലോക്കക്കാരൻ്റെ വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിക്കുക എന്നവരെ പഠിപ്പിക്കണം. ഖനാഅത്തുൽ ഖൽബ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തൂബാ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം വകാന ഐശുഹു കഫാഫ. ഇസ്ലാമിലേക്ക് ഹിദായത്ത് ലഭിക്കുകയും വഖനഅ ഉപജീവനത്തിന് പര്യാപ്തമായത് ഉണ്ടാവുകയും അതിൽ തൃപ്തിപ്പെടുകയും ചെയ്തവൻ, അവന് ഭാവുകങ്ങൾ, അവൻ അനുമോദനങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദുആ എന്തായിരുന്നു അറിയോ? അല്ലാഹുമ്മ ജഅൽ റിസ്ക ആലി മുഹമ്മദിൻ ഖൂത. അല്ലാഹുവേ, മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ റിസ്ക് കഷ്ടിച്ച് കഴിയാനുള്ളതാക്കണേ. മാ യസുദ്ദുർ റമഖ് എന്നാണ് അതിനർത്ഥം കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ളത് വേണേ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. മറ്റൊരു ഹദീസിലുണ്ട്, മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബിഹി. ഒരാൾ തൻ്റെ വീട്ടിൽ അയാൾ നേരം പുലർന്നു. വആഫൻ ഫി ജസദിഹി, ശരീരത്തിൽ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല. എന്തഹു ഖൂതു യൗമിഹി, അന്ന് കഴിയാനുള്ള ഭക്ഷണമുണ്ട്. എന്നാൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫിരിഹാ, ദുനിയാവ് മുഴുവനും അയാൾ കരസ്ഥമാക്കിയതുപോലെയാണ്. അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് കഴിയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കണം, നമുക്കുണ്ടാകണം. അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ എന്ന പരാതിക്കല്ല, ഇതൊക്കെ എനിക്ക് കിട്ടിയല്ലോ, ഇത്രയെങ്കിലും എനിക്കായല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അതാണ് രണ്ടാമത്തെ സ്വഭാവം. മരണത്തെ ധാരാളമായി ഓർക്കുന്ന ആളുടെ മൂന്നാമത്തെ സ്വഭാവം എന്താ? നശാത്തുൽ ഇബാദ, ഇബാദത്തുകൾക്കുള്ളൊരു ഉത്സാഹം. ഇന്ന് പല ആളുകളും വളരെ സുബയ്ക്കൊക്കെ വന്നാൽ ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ കണ്ടാൽ തന്നെ അറിയാം അതിന് ഉത്സാഹം ഉണ്ടോ ഇല്ലേ അല്ലേ? ഇങ്ങനെ കൈ കെട്ടിയടുത്ത് ഇങ്ങനെ പോന്ന് ഇങ്ങനെ കോട്ടാവി തന്നെ ശൈത്താനിയത്താ. അത്തസാഉബു മിനശ് ശൈത്താൻ, കോട്ടാവി ശൈത്താൻ എന്നുള്ളതാണ്. ഫൈദാ തസാഅബ അഹദുക്കും ഫി സ്വലാത്ത് ഫൽയക്ലി മസ്തത. നിസ്കാരത്തിൽ നിങ്ങൾക്ക് കോട്ടാവി വന്നാൽ അവൻ അതിനെ അമർത്തിക്കൊള്ളട്ടെ. വല യഅവി, അവൻ ഓരിയിടരുത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് നോക്കണം. ചെന്നായക്ക് ഓരിടുന്നതിന് അറബിയിൽ ഉപയോഗിക്കണം നോക്കണം, ആവ. അങ്ങനെ നമ്മളെ ചില എന്നറിയും കോട്ടാവി ഇട്ടിട്ടേ ബാക്കിൽ അത് ഒരു റക്കായത്തിനൊരു 3 കോട്ടാവി. നിസ്കാരം കഴിഞ്ഞ എല്ലാ കോട്ടാവിയും കഴിഞ്ഞ് ശൈത്താനാണത്. നല്ലോണം മനസ്സിലാക്കിക്കോ. ഈ രൂപത്തിൽ നമസ്കാരത്തിൽ ഒരു ഉന്മേഷമുള്ള ഒരു താല്പര്യമില്ല. ഇങ്ങനെക്കും പിന്നെ ഇങ്ങനെക്കും കാലിങ്ങനെ ഒന്നും ഒരു കോലം പോലെ ഉണ്ടാവില്ല. തല അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം യുത്രിഖറഉസഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല കുനിച്ചാ നിന്നിരുന്നത്, സുജൂദിൻ്റെ ഭാഗത്തേക്കാണ് നോക്കിയിരുന്നത്. റുക്കൂ ചെയ്താൽ റസൂലുള്ളാഹിൻ്റെ തലയും പിന്നെ ഉടലും ഒരു ലെവലിലായിരിക്കും. ലൗ സുബ്ബ അലൈഹിൽ മാഉ ലസ്തഖർ, മേലെ വെള്ളം ഒഴിച്ചാൽ പോലും അത്ര ലെവൽ. ഇതിങ്ങനെ ഇങ്ങനെ എത്തും. അങ്ങനെ എന്തൊക്കെ സുജൂദി കിടക്കേണ്ട പൂയിത്തവള കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നതാണ്. ഒന്നും പഠിച്ചിട്ടില്ല. എത്ര കാലം ഇതൊക്കെ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാറ്റമല്ല. അപ്പോൾ ഒരു ഉന്മേഷമല്ല, ഉത്സാഹമല്ല. ഇങ്ങനെ എന്തൊക്കെയോ കുറേ ഒന്നുണ്ടാക്കണത് അറിഞ്ഞുവിടാ, നിസ്കരിക്കാനും അറിഞ്ഞുവിടാ, എന്തൊക്കെയോ കുറേ കാട്ടിക്കൂട്ടൽ. മുനാഫിക്കുകളെ നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞെന്താ? വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വളരെ കുറച്ച് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. നിസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിക്കൊണ്ട് അവർ നിസ്കരിക്കാൻ നിൽക്കും, മടിയന്മാരായിരിക്കും. ഇനിയിപ്പോൾ സുബൈക്കൊന്ന് പോകണം, ഒന്ന് നിസ്കരിച്ച് കിട്ടണം. സുബൈക്കൊന്ന് എണീറ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കും, ഒന്ന് അങ്ങോട്ട് തൂങ്ങും, പിന്നെ ബാത്റൂമിൻ്റെ അവിടെ പോയി ചാരി നിൽക്കും,
അല്ലേ? അങ്ങനെ 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 ജമാഅത്തോട് പോയി കിട്ടും. എന്നിട്ടൊന്ന് വന്നിട്ട് കഴിഞ്ഞ്. എന്നും അങ്ങനെ തന്നെ. എപ്പോഴെങ്കിലും ഒരു ക്ഷീണം കൊണ്ടൊക്കെ അങ്ങനെ വന്നുകൂടാന്നല്ല, എന്നും അങ്ങനെ തന്നെ ആയാല് ഒരൊറ്റ ദിവസം അവല് തക്ബീറിനെത്തൂല. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്, സ്കരിക്കും. അപ്പം സുഹൃത്തുക്കളെ, ഇതൊക്കെ ഉന്മേഷമുള്ള ഇബാദത്തുകൾക്കുള്ളൊരു ആവേശം നമുക്ക് വേണം. ആ നശാത്തുൽ ഇബാദ, അതാണ് സുന്നത്ത്. നേരത്തെ എത്തി തഹിയ്യത്ത് നിസ്കരിച്ച് കുറച്ചവിടെ ഇരുന്ന് അത് കഴിഞ്ഞൊന്ന് ദിക്ർ ചൊല്ലി. എന്നും തിരക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ തിരക്കില്ലാതെക്കൂല. അതുകൊണ്ടാണ് സുന്നത്താക്കിയ ഫർദ് കഴിഞ്ഞിട്ടുള്ളത്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവിൽ സഹായം തേടണം. അത് വളരെ ഭാരമാണ് ചില ആളുകൾക്ക്. ഖാശിഈങ്ങളല്ലാത്തവർക്ക്, ഭക്തന്മാരായ അല്ലാത്ത ആളുകൾക്ക്, അല്ലാത്തവർക്കൊക്കെ നിസ്കാരം വലിയ ഭാരമായിരിക്കും. ആരാണ് ഭക്തന്മാർ? അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. തങ്ങളുടെ റബ്ബിനെ മുഖാമുഖം കണ്ടുമുട്ടേണ്ടതാണ്, അവങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന് വിചാരമുള്ളവർ, ആ ചിന്തയുള്ളവർ, അവരാണ് ഖുശൂ. അപ്പം നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവസാനത്തെ നിസ്കാരമെന്ന് വിചാരിക്കണം. ഇനി ആ നിസ്കാരത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരികയില്ല എന്ന നിലക്ക് നിസ്കരിക്കണം. കണ്ടോ? ഇതെന്താ? നിസ്കരിക്കുന്നത് കൈ കെട്ടിയാലും ഞാനായാലും നിങ്ങളായാലും ഒക്കെ പല ചിന്തകളാണ്. കാരണം ശൈത്താൻ അങ്ങനെയാണ്. ഉദ്കുർക്കഥ, ഇന്ന കാര്യം ഓർത്തോക്ക്, ഇന്ന കാര്യം ഓർത്തോക്ക്. ചെരുപ്പ് ഇപ്പോൾ എവിടെ വെച്ചത്? ഹേയ്, വണ്ടിയുടെ താക്കോലോടെ വെച്ചത്? മൊബൈൽ ഓഫാക്കിയിട്ടില്ല. പല ചിന്തകളാണ്. നിസ്കാരത്തിന് ശ്രദ്ധ അങ്ങോട്ട് പോകും. ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് തന്നെ എത്തിയപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് എന്തെല്ലാം ചിന്തകളാ. അപ്പോൾ ശൈത്താൻ തന്നെ സമാധാനിപ്പിച്ചു, സാരില്ലടാ, ളുഹറല്ലേ, ഞാൻ അസർ നോക്കാം. അസറുണ്ടല്ലോ, പേടിക്കണ്ട, പോര്. നമ്മളങ്ങനെ പോയി. അസർ വന്നാലും ഇങ്ങനെ തന്നെ. ഇങ്ങനെ നമ്മളെ നിസ്കാരത്തിനെ കുറിച്ച് നമുക്ക് തന്നെ നമുക്കുണ്ടൊരു മതിപ്പ്. അപ്പോൾ ഞാനൊരു നല്ല കൃത്യം ചെയ്തിട്ട് ഒരു ചാരിതാർത്ഥ്യ നിസ്കാരം കഴിയുമ്പോൾ ഭക്തി ഇല്ല. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? പുസ്തകങ്ങളിലൊക്കെ അത് വിവരിച്ചിട്ടുണ്ട്. മഹാന്മാരെ കിതാബുകളിലൊക്കെ അതിനായിട്ട് പ്രത്യേകം ഗ്രന്ഥം രചിച്ചവരുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ ഇന്നത്തെക്കാൾ നല്ല നിസ്കാരം, നാളത്തെക്കാൾ നല്ല നിസ്കാരം, സ്വയം നിസ്കാരം നന്നാക്കാൻ, നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, ഹൃദയത്തെ നിസ്കാരത്തിൽ പിടിച്ചു നിർത്താൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനത്തെ നിസ്കാരം. ഇനി ഇതെൻ്റെ അവസാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്താ നിസ്കാരം ഖുശൂഉള്ളാക്കാൻ? ഉദ്കുരിൽ മൗത ഫീ സ്വലാത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. നീ മരണത്തെ ഓർത്തോ നിസ്കാരത്തിൽ. ഇത് നിന്റെ അവസാനത്തെ നിസ്കാരം ഓർത്തോ. ആർക്കും ഉറപ്പല്ലാന്ന്. പേശ നിസ്കരിച്ചു, നമുക്ക് ആർക്കും ഉറപ്പുള്ള സുബഹിസ്കരിക്കുന്നു ഉണ്ടോ? ഒരുപക്ഷെ നമ്മൾ അവസാനത്തെ നിസ്കാരമായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ അവസാനത്തെ നമസ്കാരമാണ്, ഇനി നിസ്കാരത്തിൽ എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന ബോധ്യത്തോടു കൂടി നിങ്ങൾ നിസ്കരിച്ചു നോക്കൂ. എന്നാൽ നമസ്കാരം നന്നാവും, യാതൊരു സംശയമല്ല. ഇപ്പോൾ ഒരാളെ കൊല്ലാൻ വിധിച്ചിട്ട് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. അയാൾക്കറിയാം 2 റക്അത്ത് കഴിഞ്ഞാൽ പിന്നുള്ളത് അയാൾ മരിക്കാൻ പോവാണ്. അപ്പോൾ അയാളെ നിസ്കാരത്തിൽ എന്തുമാത്രം ഭക്തി ഉണ്ടാവും. അതുപോലെ നമസ്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ആവൂലെങ്കിലും ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്തൂടെ? അല്ലേ? അങ്ങനെ ഒരു ചിന്തയെങ്കിലും നമ്മളെ മനസ്സിൽ ആ പറഞ്ഞതുപോലെ നാകാനൊന്ന് നോക്കുക. എന്നിട്ടൊന്ന് പടച്ചവനോട് ഉത്തരം കിട്ടുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കുക, പടച്ചവൻ എൻ്റെ നമസ്കാരം ഒന്ന് എനിക്ക് നല്ല നിസ്കാരമാക്കി തരണേ. നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ എന്തിനാ? ചേകനൂരും കൂട്ടും പറഞ്ഞ എന്തോ കുറ്റം ചെയ്ത മാതിരി നിസ്കാരം കഴിഞ്ഞാൽ അല്ല. നമസ്കാരത്തിൽ ചിന്തിക്കാൻ പാടില്ലാത്ത പലതും ചിന്തിച്ച്, ചെയ്യേണ്ടത് പലതും ചെയ്തില്ല. അങ്ങനെ എന്തെങ്കിലും കുറവുകൾ, ന്യൂനതകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഞാനതിന് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ 3 സ്വഭാവം നമുക്കുണ്ടാകണം. ഏതൊക്കെയാണത്? ഒന്ന് തഅജീലു തൗബ, വേഗം തൗബ ചെയ്യുക. പിന്നെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക, മനസ്സംതൃപ്തിയോടുകൂടി. പിന്നെ ഇബാദത്തുകളിൽ ഉത്സാഹവും ആവേശം ഉണ്ടായിരിക്കുക. എന്നിട്ട് ഇമാം ദഖാഖ് അതിൻ്റെ മറുവശം പറയാം, മരണത്തെ മറന്നവർ 3 കാര്യങ്ങൾ കൊണ്ടവർ പരീക്ഷിക്കപ്പെടും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തസ്വീഫ് തൗബ നീട്ടിവെക്കും. ആവാലോ പിന്നെ 40 വയസ്സ് ചെയ്യട്ടെ, 50 വയസ്സ് ചെയ്യട്ടെ എന്ന് നീട്ടിവെക്കും. വതർക്കിരില്ലാ ബിൽ കഫാഫ്, ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്നത് അവർ ഒഴിവാക്കും. അവർക്ക് എപ്പോഴും പരാതിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ. 100 ദിനാറിലും ചിന്തിക്കുന്നത് അയാൾക്ക് 300 ദിനാറാണ് ശമ്പളം. അല്ലേ? 300 എന്താ ചിന്തിക്കണം? അയാൾക്ക് 500 ദിനാറാണ് ശമ്പളം. മേലക്ക നോക്കണേ, എനിക്ക് 500 കിട്ടിയില്ലല്ലോ, എൻ്റെ അത്രയൊന്നും യോഗ്യതയല്ല അയാൾക്ക്, അയാൾക്ക് കിട്ടിയുണ്ടോ? നമുക്കുള്ള വിഷമം അതാണ്.
ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കൂ. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മീതെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാതിരിക്കൂ. ഹുവ അജ്ദറു, അതാണ് ഏറ്റവും യോജിച്ചത്. അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, നിങ്ങളെ മേൽ അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ ചെറുതായി കാണാതിരിക്കാൻ ഏറ്റവും യോജിച്ച അതാണ്. താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കങ്ങനെയല്ല, അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, എന്തെല്ലാം ആഗ്രഹങ്ങൾ താലോലിച്ചു കൊണ്ടാണ് 10 കൊല്ലം മുമ്പ് ഞാൻ കുവൈത്തിലേക്ക് വണ്ടി കയറിയത്. ഇന്നും അതൊന്നും ആയിട്ടില്ലല്ലോ, ആ തയ്യാറുണ്ടാക്കാൻ വിചാരിച്ചു, നടന്നില്ല. അവിടെ വന്ന് ഇപ്പോൾ 10 സെൻറ്റ് വാങ്ങണം വിചാരിച്ചു, അത് നടന്നില്ല. പലതും നടന്നില്ല. നടക്കാതിരിക്കാം. ദുനിയാവിലുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് നീട്ടിവെച്ച ഒരു കുറ്റമല്ല. അതേസമയം ദീനിയായൊരു കാര്യമാണെങ്കിൽ നീട്ടിവെക്കരുത്. കണ്ടോ, ദുനിയാവിലൊരു കാര്യം നീട്ടിവെച്ചാൽ പടച്ചോൻ ചോദിക്കോ, നീ എന്തടോ ബാത്റൂം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ 5 കൊല്ലം എന്നാണ് ബാത്റൂം ഉണ്ടാക്കാഞ്ഞ്, നീ എന്തേ 10 സെൻറ്റ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങായിരുന്നു? ചോദിക്കൂല. നേരെ മറിച്ച് ദീനിയായൊരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പിന്നെ നീട്ടിവെക്കില്ല. ഞാൻ നാളെ തന്നെ മരിച്ചാൽ എനിക്ക് ഉപകാരപ്പെടണം എന്ന നിലക്ക് നമ്മൾ ചെയ്യണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആ നിലക്ക് മൂന്നാമത്തെ സ്വഭാവം എന്താ അറിയോ? മരണത്തെ മറന്ന ആളുകളുടെ വത്തക്കാസുൽ ഫിൽ ഇബാദ, ഇബാദത്തിൻ്റെ കാര്യത്തിൽ വളരെ അലസന്മാരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരമേറിയ 2 നിസ്കാരം ഇശാ നിസ്കാരവും സുബഹി നിസ്കാരമാണ്. ലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വ, അതിലുള്ള പ്രതിഫലം കൂലി എത്രയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മുട്ടുകുത്തി അഴഞ്ഞുകൊണ്ടെങ്കിലും അവർ അതിന് വരുമായിരുന്നു. നമ്മൾ പല ആൾക്കും നഷ്ടപ്പെടുന്നതാണ് ഏഷ. അതിപ്പോൾ പിന്നെ ആ നേരത്ത് ബാങ്ക് കൊടുത്ത നേരത്ത് പോലെ അത് പിന്നെ ഏതായാലും കട അടച്ചിട്ട് റൂമിൽ ചെന്നിട്ട് ആ കിടക്കാൻ നേരത്തെ നിസ്കരിക്കാൻ. സുബൈ പിന്നെ ആ നേരത്ത് 4:45 എണീറ്റത് അങ്ങനെ 10 മിനിറ്റുള്ള അതൊന്നും കിട്ടൂല. പിന്നെ ഏതായാലും 6 മണിയാകുമ്പോഴത്തേന് സുബൈ അവർ 5:45 എണീറ്റ് മെല്ലാണ് ഉദയത്തിനും കൊണ്ട് ഒപ്പിച്ചാൽ പോരെ. 2 ജമാഅത്ത് അധികം ആൾക്കുണ്ടാവില്ല അല്ലേ? അപ്പം നമ്മുടെ സ്വഭാവം എടുക്ക് പോയി, മുനാഫിക്കിൻ്റെ സ്വഭാവത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുനാഫിക്കങ്ങൾക്ക് ഏറ്റവും ഭാരമൊരു നിസ്കാരം ഏതാണ്? ഇശാവും സുബഹി. ആരാ മുനാഫിക്ക്? ആദ്യം അമലിൽ നിഫാഖ് വരും, പിന്നെ വിശ്വാസത്തിൽ നിഫാഖ് വരും, അവസാനം എന്താ ഉണ്ടാകുക? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. വിശ്വാസത്തിലും കൂടി നിഫാഖ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താ? നരകത്തിൻ്റെ അടിത്തട്ടിലെത്തിപ്പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മരണചിന്തയിൽ നിന്ന് നമ്മൾ പോയാൽ അവസാനം നമുക്ക് എത്തുന്നത് നരകമാണ്, നരകത്തിൻ്റെ അടിത്തട്ടാണ് എന്ന് ഓർമ്മയുണ്ടായിരിക്കട്ടെ. അവസാനിപ്പിക്കാറായില്ലേ? അവസാനിപ്പിക്കാം. അപ്പം സുഹൃത്തുക്കളെ, ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. നമ്മളെല്ലാവരും ചിന്തിക്കുക, ഞാൻ ആ ഓതി വെച്ച ആയത്ത് നാളേക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ഒരു പുനർവിചിന്തനം എപ്പോഴും നമുക്കുണ്ടാകണം. സ്വയം വിചാരണ എപ്പോഴും ഉണ്ടാകണം. അതിനൊരു സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അങ്ങനെ നമ്മളെ സംസ്കരിക്കാൻ ശ്രമിച്ചാലല്ലാതെ നമ്മൾ രക്ഷപ്പെടൂല. നമ്മളെ നോക്കാൻ അല്ല ഏൽപ്പിച്ചിട്ടുള്ള നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് നാളേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താതെ നമ്മൾ ഓരോരുത്തരും നാളേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെടണം. ഈ ദുനിയാവ് നിസാരമാണ് എന്ന ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഒരുപാട് പുണ്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കൽ, മൻഹിയാത്ത് വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അകന്നു നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചെയ്യാൻ കൽപ്പിച്ചത് ഫർള് എല്ലാവരും ചെയ്യണം, എല്ലാവർക്കും വിട്ടുവീഴ്ചല്ല. 5 നേരത്തെ നിസ്കാരം, റമളാനിലെ നോമ്പ്, പണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കൽ, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യൽ, ഇതൊക്കെ എല്ലാവർക്കും വേണം. പക്ഷെ അതിന് ഫർളിന് പുറമെയുള്ള സുന്നത്തുകളിൽ ആളുകൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അത് കൂടുതൽ ചെയ്യാൻ നാം ശ്രമിക്കണം. പക്ഷെ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ വിട്ടു നിൽക്കുക എന്നതിൽ അതിൽ ഏറ്റക്കുറച്ചില്ല. അത് എല്ലാവരും വിട്ടു നിൽക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. എന്താണ്? ഇംതിസാലു അവാമിരില്ല, അള്ളാഹു കൽപ്പിച്ചത് അതനുസരിച്ച് പ്രവർത്തിക്കുക കഴിയുന്നത്ര. വജിത്തിനാബു നവാഹിഹി, അള്ളാഹ് വിരോധിച്ചതിൽ നിന്നും പാടെ അകന്നു നിൽക്കുക. ഇജ്തനബ എന്ന് എന്താ അറിയോ? വെറും ഉപേക്ഷിക്കാന്ന് മാത്രമല്ല, ഉപേക്ഷിച്ച കാര്യത്തെ പിന്നെ സമീപിക്കാൻ പോലും പാടില്ല. അതിനാണ് മലയാളത്തിൽ നമ്മൾ പാടെ വർജിക്കുക, തീരെ ഒഴിവാക്കുക എന്നൊക്കെ പറയാറുള്ളത്. അതൊന്നും യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥമാകുന്നില്ല. നമ്മുടെ ഭാഷയുടെ പരിമിതി കൊണ്ട് നമ്മളങ്ങനെ പറയാന്നുള്ളൂ. അങ്ങനെ ഖുർആൻ ഉപയോഗിച്ച സ്ഥലങ്ങൾ, ഇജ്തനബ് ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ
നാം പരമാവധി പരിശ്രമിക്കണം. തെറ്റ് സംഭവിച്ചാൽ നന്മകളെ അത് ദഹിപ്പിച്ചു കളയും. നേർച്ച് നന്മകൾ വർദ്ധിപ്പിച്ചാലോ തിന്മകളെ അത് മായ്ച്ചു കളയും. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. തിന്മകൾ കൊണ്ടോ നന്മകളില്ലാതായി പോകും, നന്മകളെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നാളേക്ക് വേണ്ടി നാം എന്തൊന്നൊരുക്കിയിട്ടുണ്ട്, നമ്മുടെ അഖീദ ശരിയാണോ, നമ്മുടെ അമലുകൾ ശരിയാണോ എന്ന സ്വയം വിചാരണ, അത് സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മൾ ഈ ദുനിയാവിൻ്റെ തിരക്കുകൾക്കിടയിൽ പുതിയ പുതിയ സാമ്പത്തിക മേഖലകൾ തുറന്നു കിട്ടി, വരുമാനം കൂടി, നമ്മുടെ ജീവിതശൈലി ഉയർന്ന് അങ്ങനെ വരുമ്പോൾ നാം പരലോകത്തെ മറന്നു പോകരുത്. നമ്മുടെ ധാർമ്മിക നിലവാരം തകർന്നു പോകരുത്. എത്ര കണ്ട് പൈസ അധികം കിട്ടുന്ന അത്ര കണ്ട് സൂക്ഷ്മത കൂടണം. അതാണ് വേണ്ടത്. ആ നിലക്ക് നാം ഓരോരുത്തരും നാളേക്ക് വേണ്ടി തയ്യാറെടുക്കുക. നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ നാം ഒറ്റക്കാണ് വിചാരണക്ക് നിൽക്കേണ്ടതെന്ന കാര്യം മറക്കാതിരിക്കുക. നമ്മൾ ശരിയായ വിശ്വാസവും ശരിയായ കർമ്മവും കൊടുത്താലല്ലാതെ സ്വർഗമാകുന്ന അവാർഡ് നമുക്ക് കിട്ടുകയില്ല എന്ന് ഓർമ്മയുണ്ടായിരിക്കുക. കഠോരമായ നരകശിക്ഷ സഹിക്കാനും പൊറുക്കാനും കഴിയാത്ത നരകശിക്ഷ. പലരും വിചാരിക്കും ആവുപ്പെന്താ കുറേ കഴിയുമ്പോൾ അതുകൊണ്ട് ശീലാകുന്നു. കുവൈത്തിൽ വരുമ്പോൾ വലിയ ചൂടൊക്കെ പോയി നമുക്ക് വലിയ പ്രയാസമായിരുന്നു. അപ്പം പിന്നെ അതൊക്കെ ശീലായില്ലേ. നമ്മതിൽ നരകത്തിൽ ആദ്യം ഇടുമ്പോഴൊക്കെ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. പിന്നെ അതാണ് ശീലാവില്ല. ലാ യമൂത്തു ഫിഹാ വലാ യഹ്യ, മരിക്കൂല്ല ജീവിക്കൂല്ല എന്നാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ആദ്യമായിട്ട് നരകത്തിലിടുമ്പോൾ എന്തൊരു വിഷമം വേദന ഉണ്ടായിരുന്നോ അത് തന്നെ പോരോളുണ്ടാവും. ഒരു തൊലി അങ്ങ് തിന്ന് തീരുമ്പോൾ പുതിയ തൊലി വെച്ച് തരും. കാരണം വേദന അനുഭവിക്കുന്നത് തൊലിയിലാണ്. ഇപ്പം തീപ്പൊള്ളലേറ്റ് തൊലി മുഴുവൻ പോയ ആൾക്ക് നമ്മൾ കണ്ടാ ചോദുണ്ടാവും, നമ്മൾ അയാൾക്കൊരിതുണ്ടാവില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെന്ന് ഈ തൊലി ഇങ്ങനെ വരാൻ തുടങ്ങിയ ആൾ പറയലോ നിർന്നുണ്ട്, വേദന ഉണ്ട്. എന്താ കാരണം? തൊലിയിലാണ് വേദന മുഴുവൻ തൊലി അനുഭവിക്കുന്നത്. അതുകൊണ്ട് തൊലി ഇങ്ങനെ ഫ്രഷ് തൊലി ഇങ്ങനെ തന്നിട്ട് അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കും. ഫ്രഷായി തന്നെ അനുഭവിപ്പിക്കും. ആദ്യം ഇടുമ്പോൾ എത്ര വേദന ഉണ്ടോ അത് തന്നെ പുറത്തു വരുവുണ്ടാവും. അങ്ങനെ അള്ളാഹു അനുഭവിപ്പിക്കും. ഒരു മില്ലിഗ്രാം തെറ്റിന് 1 മില്ലിഗ്രാം ശിക്ഷ അവിടെ ഉണ്ടാവും. ഒന്നും അള്ളാഹിൻ്റെ റെക്കോർഡിൽ നിന്ന് വിട്ടുപോകില്ല. എല്ലാം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പടച്ചവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവസാനം രേഖ കാണുമ്പോൾ പറയാണ്, എന്താണ് ഈ രേഖ? ഒന്നും വിട്ടിട്ടില്ലല്ലോ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ചെറുതും വലുതും ഒന്നും അള്ളാഹുവിൻ്റെ രേഖയിൽ ഇല്ലാത്തതില്ലല്ലോ. മലക്കുകൾ രേഖപ്പെടുത്താതെ ഒന്നും വിട്ടുകൾ എല്ലാ റെക്കോർഡും ഉണ്ടാവും. അവിടെ ഒരു വക്കീലിനെ വെച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള മലിക്കുൽ ജബ്ബാറായ റബ്ബിൻ്റെ കോടതിയിൽ, നീതിമാനായ റബ്ബിൻ്റെ കോടതിയിൽ നമ്മളെല്ലാവരും വിചാരണയ്ക്ക് നിൽക്കേണ്ടി വരും എന്ന ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. ഇത്തരം ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുകയും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യുക. ഓരോ ക്ലാസ്സും കഴിഞ്ഞു പോകുമ്പോൾ പ്രസംഗത്തിന് മാർക്കിട്ട് പോകാതെ എനിക്കെന്ത് കിട്ടി, ഞാൻ എന്തു തിരുത്തണം എന്ന് ചിന്തിക്കുക. ഓരോ ക്ലാസ് നമ്മൾ ചിന്തിക്കണം, ഞാനെനിക്ക് എന്ത് കിട്ടിയപ്പോൾ. ഇനി നമുക്ക് റബ്ബിൻ്റെ അടുത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടിരുന്നു, പക്ഷെ ഞാൻ അനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്ന് നമുക്ക് ഖേദം തോന്നേണ്ട അവസ്ഥ വരരുത്. നീ പറയുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തർ സംസാരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്കതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളെക്കാളേറെ ഉത്തരവാദിത്തം കേട്ട നിങ്ങളെക്കാൾ ഉത്തരം പറഞ്ഞ ഞങ്ങൾക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വയലിൽ കേട്ട നിങ്ങൾ സ്വർഗത്തിലും വയലിൽ പറഞ്ഞ ഞങ്ങൾ നരകത്തിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിനെക്കുറിച്ച് പേടിയോടും ബേജാറോടും കൂടി തന്നെ പറയണത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ സ്വർഗത്തിൽ പോകണം. ആ നിലക്ക് നമ്മളെല്ലാവരും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരമാവധി ശ്രമിക്കണം. ഒരു ഉല്ലാസത്തിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി കുറേ വട്ടം വിളിച്ചാൽ അത് പോയി വെക്കുക എന്ന നിലക്ക് പോന്നാൽ പോരാ. ദീനിയായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മൾ പോകണം. അവസരം കിട്ടുമ്പോൾ പാഴാക്കി കളയരുത്. സ്വർഗമെന്നത് അധ്വാനിച്ചാൽ മാത്രം കിട്ടുന്ന അവാർഡാണ്, വെറുതെ കിട്ടുന്നതല്ല. കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചാൽ കിട്ടുന്ന അവാർഡാണ്. അതുകൊണ്ട് ദീനിനു വേണ്ടി അധ്വാനിക്കുവാൻ, ദീനിനു വേണ്ടി കഷ്ടപ്പെടുവാൻ, സ്വർഗത്തിനു വേണ്ടി കഷ്ടപ്പെടുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. നമ്മുടെ കുടുംബത്തെ അതിനുവേണ്ടി സജ്ജമാക്കണം. നമ്മുടെ വാക്കിലും എഴുത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും നിലപാടുകളിലുമൊക്കെ പരലോകബോധം തുടിച്ചു നിൽക്കട്ടെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് ഒരു പ്രേരകമാക്കി തീർക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കുവൈത്ത് കേരള ഇസ്ലാഹി സെൻറ്റർ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളെ
ഇതുമായൊന്നും ബന്ധമില്ലാത്ത പ്രവാസി സുഹൃത്തുക്കളെ ദീനുമായി ബന്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്നൊരു കാസറ്റോ നിങ്ങൾ കൊടുക്കുന്നൊരു നോട്ടീസോ നിങ്ങളുടെ ഒരു ക്ഷണമായിരിക്കും ഒരുപക്ഷെ അയാളെയും അയാളുടെ കുടുംബത്തെയും നല്ല മാർഗത്തിലേക്ക് നയിക്കുന്നത്. മാത്രമല്ല ഇത് പറയാനും പ്രചരിപ്പിക്കാനും ഇതുമായി സഹകരിക്കാനും മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ തഖ്വയും ബാലൻസായി നിലനിൽക്കുന്നത്. മനസ്സിലായില്ലേ? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലമാണ് സത്യം, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. അവിടെ നിർത്തിയിട്ടില്ല പഠിച്ചവൻ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബർ. തവാസ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പരസ്പരം വസിയത്ത് ചെയ്യാന്ന. നമ്മൾ മനസ്സിലാക്കിയ വിശ്വാസം അത് പരസ്പരം വസിയത്ത്, അതാണ് ബിൽ ഹഖ്. വതവാസൗ ബിസ് സബർ, അക്ഷീണമായ പ്രവർത്തനം അതും അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യണം. അപ്പോൾ നമ്മളെ തൊട്ടടുത്തൊരു റൂമുകാരനുണ്ടാവും, നമ്മൾ അറിയുന്നില്ല, ഇതാളാ ഇല്ലേ അറിയില്ല, കോഴിക്കോടാ ഭാഗത്തോടെയും തോന്നുന്നുണ്ട്, നിങ്ങൾ എത്ര കൊല്ലം ഇവിടെ? 5 കൊല്ലമായി. ഇവരൊരു 5 കൊല്ലമായി. 5 കൊല്ലമായിട്ട് അപ്പുറത്തെ കോഴിക്കോട്ടിന് ആരാധന അറിയില്ല. അങ്ങനത്തെ മനുഷ്യന്മാർ ഭയങ്കര സ്വാർത്ഥതയാണ് മനുഷ്യന്മാർക്ക്. ഞാനിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വല്ല സഹായം ചോദിച്ചാൽ അത് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാവും ചിലപ്പോൾ. ആകരുത്. നമ്മൾ എവിടെ ജീവിച്ചാലും ഒരു മുസ്ലിം എന്നൽക്കുള്ള കടമകൾ എവിടെയും നിർവഹിക്കണം. ഇവിടെയും സക്കാത്ത് കൊടുക്കണം, ഇവിടെയും സദക്കാ ചെയ്യണം, ഇവിടെയും ഓതണം. അല്ല ഇവിടെ വെറും ദീനാറുണ്ടാക്കലും നാട്ടിലൊക്കെ അമലൊന്നും വിചാരിക്കരുത്. എല്ലാം എവിടെ ജീവിക്കുന്നു അവിടെ മുസ്ലിമായി മുസ്ലിമിൻ്റെ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിനുള്ള കൂട്ടായ്മയാണ് ഇസ്ലാഹി സെൻറ്റർ പോലെയുള്ള ദീനീ കൂട്ടായ്മകൾ. അത്തരം കൂട്ടായ്മകളിൽ അംഗമായി നമ്മുടെ ഒഴിവ് സമയങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്നും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്തും കഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ വായിക്കുന്നു പത്രങ്ങളിലും മറ്റുമൊക്കെ. അള്ളാഹു അവർക്കെല്ലാവർക്കും അവരുടെ ദീൻ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ, നിർഭയത്വത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.